പിന്നെ കേസെറ്റിന് ഒരു വിഷയമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കാറ്റഗറിയിൽപ്പെട്ട സംരംഭങ്ങൾ, ഫുഡെല്ലാം വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച് കാറ്റഗറി വരുന്നതാണ്. റെഡ് കാറ്റഗറിയിൽപ്പെട്ട, അതായത് ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്ന, ഒരുപാട് മാലിന്യം ഉണ്ടാക്കുന്ന, മലിനീകരണത്തോടെ 80% കൂടുതലുള്ള കാറ്റഗറൈസപ്പെട്ടത് തുടങ്ങാൻ പറ്റത്തില്ല. നമ്മളതൊന്നും തുടങ്ങുന്നതല്ല. നമ്മുടെ എല്ലാം കേസെറ്റ് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളാണ് ഈ ഫുഡ് പ്രോസസ്സിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കൊരു ചിന്തയുണ്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംരംഭമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് FSSAI രജിസ്ട്രേഷൻ. FSSAI രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പം കിട്ടും. 100 രൂപയുടെ രജിസ്ട്രേഷൻ തുടക്കക്കാർക്ക് എടുത്താൽ മതി. അതായത് ഒരു വർഷം നമ്മുടെ ടേൺ ഓവർ 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ FSSAIയുടെ രജിസ്ട്രേഷൻ മാത്രം മതി. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ ഒരു വർഷത്തേക്ക്. നമ്മൾ തുടക്കക്കാരിൽ നമ്മൾ ചിലപ്പോൾ 50 ലക്ഷം രൂപയുടെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ 100 രൂപയുടെ രജിസ്ട്രേഷൻ എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് പറയേണ്ട, ആദ്യത്തെ വർഷം ഞാൻ ടേൺ ഓവർ ഈ പറയുന്ന 12 ലക്ഷത്തിന് താഴെ പ്രതീക്ഷിക്കുന്നുള്ളൂ. നെക്സ്റ്റ് 1-2 സാറിനോട്, ചന്ദ്ര സാറിനോട് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കാണുന്നവരുടെയൊക്കെ നമ്പരൊക്കെ ചോദിക്കുക, അവിടെയൊക്കെ പോവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള പല പല ഇൻഫർമേഷനിലൂടെ ആയിരിക്കും നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് രമേശിനെ ക്ഷണിക്കുകയാണ്. രമേശ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുവിധം ഞങ്ങളെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ധാരാളം പേര് രമേശ് വിളിച്ചിട്ട് വന്നവരുണ്ട്. നിങ്ങൾക്ക് രമേശിന് കുറച്ച് നേരം സംസാരിക്കും. തുടർന്ന് നിങ്ങളുടെ സംശയങ്ങളുണ്ടാവും. സംശയങ്ങൾ കൃത്യമായിട്ടും ചോദിക്കുക. ഈ സ്കീമിനെ പറ്റിയും മറ്റു കാര്യങ്ങളും മറ്റു DRPമാരും ഉണ്ട്, അവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും. നന്ദി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞത് എൻ്റെ പേര് രമേശ്. അപ്പോൾ നിങ്ങൾക്ക് PMFME സ്കീമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. എങ്ങനെ നമുക്കൊരു സംരംഭം തുടങ്ങാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണും. ഇനി എല്ലാവരുടെ മനസ്സിൽ ഞാൻ എങ്ങനെ ഒരു സംരംഭം തുടങ്ങും, പ്രാക്ടിക്കലായിട്ട് നമ്മളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, എന്തൊക്കെയാണ് എനിക്ക് ഇത് കൂടാതെ PMFME സ്കീം കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കുന്നതിൽ കൂടുതൽ നല്ലത്. ഇതെല്ലാവരും ഈ ഫുഡ് പ്രോസസ്സിംഗ് റിലേറ്റഡ് എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് വന്നവരിലെ കൂടുതൽ നിലവിൽ സംരംഭം നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫുഡ് പ്രോസസ്സിംഗിൽ സംരംഭം ഉടനെ തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് 90% ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വന്നവരാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഒരു സംരംഭം തുടങ്ങുന്നതിന് ഒരുപാട് ലൈസൻസ് ഒക്കെ വേണ്ടി, പെർമിഷൻ വേണ്ടി, GST, FSSAI, പിന്നെ ബിൽഡിങ്ങിന്റെ പെർമിഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ ഡേറ്റിൽ കേരളത്തിലെ വ്യവസായം തുടങ്ങുന്നതിന് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തുറക്കാം. അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേസെറ്റ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേസെറ്റ്? ഇപ്പം പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഓൺലൈനിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം മാത്രമേ എൻ്റെ സംരംഭം ഞാൻ തുടങ്ങത്തുള്ളൂ എന്ന്. ഞാൻ ഓൺലൈനായിട്ട് നമ്മുടെ അഡ്രസ്സ്, സ്ഥാപന അഡ്രസ്സ്, ഡീറ്റെയിൽസും കൊടുത്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്കുള്ള പെർമിഷൻ എനിക്ക് കിട്ടുകയാണ്. 50 കോടി രൂപ വരെയുള്ള ബിസിനസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അവിടെ കിട്ടി. 3 വർഷം എന്ന് പറയുന്നത് 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ബാക്കിയുള്ള ലൈസൻസ് എടുത്താൽ മതി. പണ്ട് നമ്മളെന്ന് വെച്ചാൽ ഏറ്റവും വലിയ തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു 6 മാസം പുറകെ നടക്കും. അത് കഴിയുമ്പോഴത്തേക്കും വിചാരിക്കും പണ്ടുണ്ടായിരുന്ന മാർക്കറ്റ് റേറ്റ് ഒക്കെ പോയി, ഞാൻ പ്ലാൻ ചെയ്ത അനുസരിച്ചല്ല, ഐഡിയ എല്ലാം മാറി. അതുകൊണ്ട് സംരംഭത്തിന് ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഇപ്പം അതൊന്നും നോക്കേണ്ട, കേസ് കിട്ടുന്നുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് എന്നാണോ ഞാൻ വിചാരിക്കുന്നത് അന്ന് എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 12 ലക്ഷം രൂപ വരെയുള്ളതിന് FSSAI രജിസ്ട്രേഷൻ മതി. അതുപോലെ നമ്മുടെ 12 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾക്ക് നമുക്ക് സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാം. അതിലും കൂടുതലാണെങ്കിൽ നമുക്ക് സെൻട്രൽ ലൈസൻസ് എടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം എങ്കിൽ നമുക്ക് ഈ പറയുന്ന സെൻട്രൽ ലൈസൻസ് നിർബന്ധമാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എളുപ്പത്തിന് FSSAI രജിസ്ട്രേഷൻ ചെയ്യുക, നമ്മുടെ സംരംഭം ആരംഭിക്കുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ എനിക്ക് അത് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, എനിക്ക് ലൈസൻസ് എടുക്കണം, വേറെ ലൈസൻസ് എടുക്കണം, കൂടുതൽ ടേൺ ഓവറായി, ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന FSSAI സ്റ്റേറ്റ് ലൈസൻസിനോ സെൻട്രൽ ലൈസൻസിനോ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞൊരു സംശയമുള്ളതാണ് എല്ലാവർക്കും, എൻ്റെ സംരംഭത്തിന് GST രജിസ്ട്രേഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് സെക്ടറിലാണെങ്കിൽ 20 ലക്ഷം രൂപ വരെയും, അതുപോലെ ഈ പറയുന്ന പ്രൊഡക്ഷൻ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത് ആണെങ്കിൽ ഒരു വർഷം 40 ലക്ഷം രൂപ വരെ ടേൺ ഓവറുള്ള സംരംഭങ്ങൾക്ക് GST രജിസ്ട്രേഷൻ വേണ്ട, നിർബന്ധമില്ല. 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഒരു വർഷത്തെ ടേൺ ഓവർ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കാം. അതിലുപരി GST രജിസ്ട്രേഷൻ നമുക്ക് വോളണ്ടിയർ ആയിട്ട് എടുക്കാം. ഒരാൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപയുടെ ബിസിനസ്സേ ഉള്ളൂ, എനിക്ക് വേണമെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാം.
ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ആരെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യ മാർട്ട് വഴിയോ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ എൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് എക്സ്പോർട്ട് ചെയ്യണം എങ്കിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുപോലെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ, അതായത് എൻ്റെ ഒരു പ്രോഡക്റ്റ് കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങൾക്ക് ഞാൻ ഇൻവോയ്സ് വഴി സെയിൽ ചെയ്യണം, അങ്ങനെയുള്ളവർക്കും GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതല്ലാതെ ചെറുകിട പിന്നെ മിക്കവാറും സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ ഇതുപോലെ പോത്തീസിൽ കൊടുക്കണം, ലുലുവിൽ കൊടുക്കണം, അങ്ങനെ ഉള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾക്ക് നമ്മൾ സാധനം കൊടുക്കണമെങ്കിൽ നമ്മുടെ GST രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അവർ ഇതിൻ്റെ സാധനം മേടിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യുക ഏതാണ് എൻ്റെ കസ്റ്റമേഴ്സ്. ഞാൻ ലോക്കലി കുറച്ച് ആൾക്കാർക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന പോലെ 100 ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഒരു ചുറ്റുവട്ടത്തിലുള്ള ആ സൊസൈറ്റിയിലാണ് ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷനിൽ പോകണ്ട. പലർക്കും തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐഡിയ കാണും, എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഓൺലൈൻ സെയിൽ ചെയ്താലാണ് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നീട്ടി പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഓരോരോ സംശയങ്ങൾ കാണും, അതായത് പർട്ടിക്കുലർലി അവരുടെ സംരംഭവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാൻ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കാം. ഓരോരുത്തർ അവരുടെ സംരംഭത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി നേരിടുന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അതിലെ കുറച്ച് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ആദ്യം ഒരാൾ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് സംശയങ്ങൾ തുടങ്ങിക്കോളും. പറഞ്ഞു. FSSAIയുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് 1 വർഷത്തേക്ക് എടുക്കാം, 5 വർഷത്തേക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ 1 വർഷത്തെ രജിസ്ട്രേഷൻ ആയിരിക്കും നമുക്ക് എളുപ്പത്തിന് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ 100 രൂപയല്ലേ. അടുത്ത വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എക്സ്പോർട്ടിലോട്ട് പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടേൺ ഓവർ കൂടി, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസത്തെ ടേൺ ഓവർ, ഒരു ദിവസത്തെ വിറ്റ് വരവ് 3333 രൂപയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈസൻസിലോട്ട് പോകണം. ഒരു ദിവസത്തെ വിറ്റ് വരവ് 3333 കുറവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അതായത് 1 വർഷത്തെ 12 ലക്ഷം രൂപ കുറവാണ് പ്രതീക്ഷിക്കുന്നത്, രജിസ്ട്രേഷൻ മതി. അപ്പൊ ആദ്യം തുടക്കത്തിൽ നമ്മൾ 1 വർഷത്തേക്ക് എടുക്കുക. അതല്ല ഞാൻ 5 കൊല്ലം ചെറിയൊരു 1 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി മേടിച്ച് ചെറിയൊരു HR യൂണിറ്റ് ആണ് ഞാൻ, എനിക്ക് കൂടുതൽ പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നില്ല, 1-2 പേര് ചേർന്ന് ചെയ്യുകയാണ്, കൂടുതൽ കച്ചവടമൊന്നും പ്രതീക്ഷിക്കുന്ന, വാർഷിക ടേൺ ഓവർ ഒരു 5 വർഷം കഴിഞ്ഞാലും ഞാൻ 12 ലക്ഷത്തിന് താഴെ തന്നെ കാണും എന്നാണ് നമ്മൾ ഐഡിയ എങ്കിൽ ഈ പറയുന്ന 5 വർഷത്തേക്കുള്ള ലൈസൻസ് ഒരുമിച്ചെടുക്കാം. 5 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ. അപ്പം 5 വർഷത്തേക്കാണെങ്കിൽ 500 രൂപ പേയ്മെന്റ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നവരാണല്ലോ എല്ലാവർക്കും ഒരു പലരും അവിടെ സംസാരിക്കുന്നതായിട്ട്, എനിക്ക് ബേക്കറി യൂണിറ്റ് ആണ്, എനിക്ക് വേറെ അടുത്ത മെഷീൻ മേടിച്ച് വേറെ ബ്രാഞ്ചാണ്, അങ്ങനെ കൂട്ടത്തിൽ സംസാരിക്കുന്നത് കേട്ടത്. അതുപോലെ സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ നമ്മൾക്കൊരു വീടുണ്ട്, പക്ഷെ അവിടെ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ ആള് റെന്റിന് നമുക്ക് തരികയാണ്. അവിടെ ഒരു ചെറിയ യൂണിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അരിപ്പത്തിരി എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ചപ്പാത്തിക്ക് പകരം അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് തുടങ്ങാൻ ഏകദേശം ഇത്രയും സ്ഥലം മതിയായിരിക്കും. കുറച്ച് വിപുലമായ രീതിയിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊടുക്കാൻ. അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇങ്ങനെ നമുക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബാങ്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ബാങ്ക് ലോൺ ഇതെല്ലാം ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ്. ക്രെഡിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ വായ്പാബന്ധിത സബ്സിഡി സ്കീമുകൾ. അതായത് ഏതെങ്കിലും ഒരു ബാങ്ക് ലോൺ എടുക്കുന്നവർക്കാണ് ഈ സ്കീമിന്റെ ആനുകൂല്യം കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് ചെറിയ ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരും പറഞ്ഞാണ് ഇതുപോലെ ഈ പറയുന്ന സ്കീമുകളിൽ ലോൺ എടുക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള കൊളാട്രൽ സെക്യൂരിറ്റി ആവശ്യമില്ല, അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ബാങ്കിന് ലോൺ എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് യാതൊരു വിധ സെക്യൂരിറ്റിയും കൊടുക്കേണ്ട കാര്യമില്ല. ബാങ്കിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ലോൺ എടുത്ത് എന്താണോ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് മാത്രമാണ് ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ടുള്ളത്. ഇപ്പം 10 ലക്ഷം രൂപയുടെ നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തു. അപ്പം 10 ലക്ഷം രൂപയുടെ 90% ബാങ്ക് വായ്പയായി തരുന്നത്. അതുപയോഗിച്ച് മേടിക്കുന്ന കാര്യങ്ങളാണ് ബാങ്ക് സെക്യൂരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ പറയുന്ന സ്കീം പ്രകാരം നമുക്ക് വേണമെങ്കിൽ 30% കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ച് 10 ലക്ഷം രൂപ ലോൺ വേണം, 3 ലക്ഷം രൂപ എനിക്ക് അവിടെ ഒരു വർക്ക് ഷെഡ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, അത് ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ വർക്ക് ഷെഡിന്റെ കൺസ്ട്രക്ഷനുള്ള പൈസ കൂടി ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ഷെഡ് അവർക്കൊരു സെക്യൂരിറ്റി ആയിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് നമുക്ക് കൊടുക്കണം. ഒരു റെന്റഡ് പ്രോപ്പർട്ടിയിലാണ് ഞാൻ വർക്ക് ഷെഡ് പണിയുന്നതെങ്കിൽ അത് ബാങ്കിന് അത് ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബാങ്കിന് അതൊരു അസറ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല, അത് വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ റെന്റൽ പ്രോപ്പർട്ടിയിൽ എനിക്ക് ബിൽഡിംഗ് പണിത് ഒരു മെഷീൻ വെക്കാൻ യൂണിറ്റ് തുടങ്ങാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന റെന്റ്, ഈ ടിൻഷെഡിന്റെ കൺസ്ട്രക്ഷൻ അല്ലെ വർക്ക്ഷെഡിന്റെ കൺസ്ട്രക്ഷൻ, ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ എന്റെ ഓൺ ഫണ്ടായിട്ട് ഞാൻ കണ്ടെത്തണം. പക്ഷെ ഓൺ ഫണ്ടായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് സബ്സിഡിക്ക് നമുക്ക് കിട്ടും. സ്വന്തം പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ പറയുന്ന ടിൻഷെഡ് കെട്ടുന്നതെങ്കിൽ, അതൊരു ഈടായിട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടിൻഷെഡിനുള്ള 3 ലക്ഷം രൂപയും മെഷീനുള്ള 7 ലക്ഷം രൂപ കിട്ടും. അപ്പം നമ്മൾ റെന്റൽ പ്രോപ്പർട്ടിയിലാണെങ്കിൽ എപ്പോഴും ബാങ്ക് ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോപ്പർട്ടി ഈ പറയുന്ന ലോൺ ഉപയോഗിച്ച് മേടിക്കുന്ന കാര്യങ്ങൾ, അതായത് ബാങ്കിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അസറ്റുകൾ, അതിന്റെ 90% തരും. ഇപ്പം റെന്റൽ പ്രോപ്പർട്ടി ആണെങ്കിൽ റെന്റ് എഗ്രിമെന്റ് മാത്രം മതി. ആ റെന്റ് എഗ്രിമെന്റ് ഉപയോഗിച്ച് ഒരു റൂമാണ് നമ്മൾ റെന്റ് എടുത്തത്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് റെന്റിന് എടുത്തു, അല്ലെങ്കിൽ ഒരു വീട് റെന്റിന് എടുത്തു. അവിടെ എന്തൊക്കെയാണ് മെഷീൻ മേടിക്കാണ്ട് അതിന്റെ ഒരു കൊട്ടേഷൻ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവർ കൊട്ടേഷൻ നോക്കും. മതി. പാരന്റൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ഒന്നുകിൽ റെന്റ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെന്റ്, അതും അല്ലെങ്കിൽ ഒരു സമ്മതപത്രം മാത്രം മതി അവിടെ തുടങ്ങാനുള്ള പെർമിഷൻ. പാരന്റൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു സമ്മതപത്രം. കാരണം അമ്മയുടെ പ്രോപ്പർട്ടിയിൽ മകൾ തുടങ്ങിയാണ്, ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയിൽ വൈഫ് തുടങ്ങിയാണ് എങ്കിൽ, വൈഫിന്റെ പേരിലാണ് പ്രോപ്പർട്ടി എങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ നിന്ന് ഒരു NOC സമ്മതപത്രം മേടിക്കണം. നിയമപരമായിട്ട് പറയുമ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടത്താനുള്ള ലോൺ കിട്ടും. ലോൺ കിട്ടണമെങ്കിൽ, കൺസ്ട്രക്ഷൻ നടത്താൻ ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി ജാമ്യമായി കൊടുക്കണം. നമ്മുടെ മെഷീനറി മാത്രമാണ് നമ്മൾ ലോണായി മേടിക്കുന്നതെങ്കിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അസറ്റുകൾക്ക് വേണ്ടി നമ്മൾ ലോൺ എടുക്കുന്നെങ്കിൽ ആ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അസറ്റുകളെയാണ് അവരുടെ സെക്യൂരിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 5 കോടി രൂപ വരെ വായ്പ, ഇപ്പൊ അത് 10 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ 10 കോടിയാവും. 5 കോടി രൂപ വരെ വായ്പ നിങ്ങൾക്ക് യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ലാതെ കിട്ടും. കൊളാട്രൽ കൊടുക്കണ്ട, CGTMS കവറേജും കിട്ടും. പക്ഷേ ഈ 5 കോടി രൂപ ഉപയോഗിച്ച് നോക്കും ഇവരെന്താണ് മേടിക്കുന്നത്. അപ്പൊ ബാങ്ക്, നിങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് വായ്പ കൊടുക്കുന്നത്? എന്തൊക്കെയാണ് നോക്കുന്നത്? നമ്മൾ ഒരാൾ കടം കൊടുക്കണമെങ്കിൽ നമ്മൾ മാൻഡേറ്ററി നോക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഒന്ന്, അവർ പറയുന്ന കാര്യങ്ങൾ ജെന്യുവിൻ ആണോ എന്ന് നോക്കും, അല്ലേ? പുള്ളി പറയാണ്, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഐഡിയ ഉണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവർ പറയുന്ന സമയത്ത് നമുക്ക് പൈസ തിരിച്ചു തരാൻ പറ്റുന്ന ആളാണോ? അത് പറയാണ്, എനിക്ക് ഏപ്രിൽ വിഷു വരെയാണ്, എനിക്കൊരു 2 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പോയി ഒരുപാട് തുണി എടുത്തിട്ട് വരും, എൻ്റെ കടയിൽ നല്ല ഡിമാൻഡുള്ള സമയമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കേരള സാരി ഞാൻ ഒരുമിച്ചെടുത്ത് എനിക്ക് അത് കഴിഞ്ഞ് തരാൻ പറ്റും. പുള്ളി സ്ഥിരം ചെയ്യുന്നതാണ്, ബിസിനസ്സിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഫണ്ട് കൊടുക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കുന്നത് എന്താ, ഇതിനു മുമ്പ് ഇവർ മേടിച്ചാൽ തിരിച്ചു തരുന്ന ആളാണോ എന്ന് നമ്മൾ നോക്കത്തില്ലേ. ഇതിന് 5 വർഷം മുമ്പ് ഇവൻ എൻ്റെ 1 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചു തന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീണ്ടും കൊടുക്കുമോ, കടം കൊടുക്കുമോ? അതുപോലെ തന്നെ അത്ര മാത്രമേ ബാങ്കും ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊത്തം ഹിസ്റ്ററിൽ ഇതിനു മുമ്പ് 2010 ഒരു വായ്പ എടുത്ത് തിരിച്ചു തന്നില്ല, അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ, കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ കൊടുക്കാൻ നമ്മൾ തയ്യാറാവും? ഇല്ല. അതുപോലെ തന്നെയാണ് ബാങ്ക്. നമ്മൾ എത്രത്തോളം ജെന്യുവിൻ ആയിട്ട്, എത്രത്തോളം നന്നായിട്ട് ഈ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നു അതനുസരിച്ച് ബാങ്കുകളെല്ലാം ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ ബാങ്കിന്റെ ടാർഗറ്റ് എന്താണ്, ബാങ്ക് എങ്ങനെയാണ് നിലനിൽക്കുന്നത്, കൊമേഴ്ഷ്യൽ സ്ഥാപനമായ ബാങ്ക് എങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഇതുപോലുള്ള സംരംഭകർ ലോൺ എടുക്കുകയും അവർക്ക് ലോൺ കൊടുക്കുകയും അതിൽ നിന്ന് തിരിച്ചടവ് വരുന്ന അനുസരിച്ചാണ് ബാങ്ക് വളരുന്നത്. നിങ്ങൾക്ക് ആർക്കും സംരംഭകരെ കാണുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ തരില്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് നിലനിൽക്കുമോ? ബാങ്ക് അതും മാത്രമല്ല, ബാങ്കിന്റെ ടോട്ടൽ വായ്പയുടെ 46% ഇതുപോലുള്ള അഗ്രി പ്രോസസ്സിംഗ് സെക്ടറുകൾക്ക് ലോൺ കൊടുക്കണമെന്ന് അവർക്ക് ടാർഗറ്റ് ഉണ്ട് ബാങ്കുകൾക്ക്. അപ്പോൾ ഒരിക്കലും ബാങ്ക് നോക്കുന്നത് നല്ല കസ്റ്റമേഴ്സിനെ, നല്ല ബെനിഫിഷ്യറീസിനെ, നല്ല ഐഡിയ ആയിട്ട് വരുന്നവർക്ക് ലോൺ കൊടുക്കാൻ. തുടക്കത്തിൽ നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന പോലെയാണ്, തുടക്കത്തിൽ ഫസ്റ്റ് ടൈം ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ബാങ്ക് ഒരിക്കലും നിങ്ങളെ നെഗറ്റീവ് പറയുന്നതെന്നോ അറിയാമോ? ഒരു സംരംഭകന് ജീവിതത്തിൽ പലതും നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടി വരും. തുടക്കത്തിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പിന്നെ എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സംരംഭത്തിൽ എനിക്ക് ലോൺ കിട്ടണം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവരതിനെ റീവർക്ക് ചെയ്ത് അതിന്റെ നെഗറ്റീവ് എല്ലാം മനസ്സിലാക്കി ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തിരിച്ചടക്കുകയും നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടില്ല സംരംഭം കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാം ബാങ്ക് നോക്കിക്കൊള്ളൂ അല്ലെങ്കിൽ വേറൊരാൾ നോക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പൊ ലോണിനെ കുറിച്ച് നമ്മൾ പ്രാക്ടിക്കൽ അപ്രോച്ച് ഞാൻ പറഞ്ഞത്, ലോണിനെ കുറിച്ച് പറഞ്ഞ മനസ്സിലായി. നമ്മുടെ പ്രോജക്റ്റ് എന്താണ്, ഇപ്പൊ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാൻ പറ്റാത്ത റെന്റഡ് പ്രോപ്പർട്ടി ആണ്, അതുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ലോൺ പ്രതീക്ഷിക്കേണ്ടത് എന്താണോ എനിക്ക് പറയുന്ന മെഷീനറീസ്, മെഷീനറീസ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നവര്, ഇൻക്ലൂഡിങ് നമുക്ക് യൂണിറ്റിന് ആവശ്യമുള്ള സ്റ്റവ്, പാത്രം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാങ്കിനൊരു സെക്യൂരിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന സാധനങ്ങൾ
അതിന്റെ കൊട്ടേഷൻ പറയാൻ എത്ര എമൗണ്ട് ഉണ്ട് അതിന്റെ 90% നമുക്ക് വായ്പ കിട്ടും. പിന്നെ ഇതിൽ PMFM സ്കീമിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ മിനിമം 10%, മാക്സിമം 40% വരെ ആകാം. അതായത് 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, എൻ്റെ കയ്യിൽ 4 ലക്ഷം രൂപയുണ്ട്, 6 ലക്ഷം രൂപ ലോൺ മതി. ആ കണ്ടീഷനിലും എനിക്ക് 10 ലക്ഷം രൂപയുടെ 35% സബ്സിഡി ആക്കി കിട്ടും. അപ്പൊ ലോൺ എടുത്തത് 6 ലക്ഷം രൂപ, സബ്സിഡി കിട്ടുന്നത് 3 ലക്ഷം രൂപ. അപ്പം പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 58% സബ്സിഡിയാണ്, 58.3% കറക്റ്റായിട്ട് പറഞ്ഞാൽ. അപ്പം PMFM സ്കീമിൽ നമ്മൾ 35% സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്ട് കോസ്റ്റ് എത്രയാണോ വരുന്നത് ആ പ്രോജക്ട് കോസ്റ്റിന്റെ 35% ആണ് സബ്സിഡി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നോക്കൂ, പകുതി കൂടുതൽ 58.3% സബ്സിഡി ആയിട്ട് കിട്ടി. അപ്പൊ അങ്ങനെ ഈ സബ്സിഡി, പിന്നെ മാത്രമല്ല അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറഞ്ഞ സ്കീമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് പറഞ്ഞല്ലോ. അപ്പം ഈ പറയുന്ന പ്രൈമറി പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് ഉള്ള, അതായത് ഓയിൽ മില്ല്, ഫ്ലോർ മില്ല്, അങ്ങനെ അതുപോലുള്ള സംരംഭങ്ങളാണ് തുടങ്ങുന്നത്. ഈ മഷ്റൂം കൾട്ടിവേഷൻ അങ്ങനെയുള്ള സംരംഭങ്ങളാണ് തുടങ്ങുന്നത്, മഷ്റൂം പ്രോസസ്സിംഗ് അങ്ങനെയുള്ള സംരംഭങ്ങളാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ 35% PMFMയുടെ സബ്സിഡി കൂടാതെ തന്നെ അഗ്രി ഇൻഫ്രാ ഫണ്ട് സ്കീം പ്രകാരം 6% ഇൻട്രസ്റ്റ് ആയിരിക്കും ലോൺ കിട്ടുന്നത്. അതായത് ബാങ്ക് ചാർജ് ചെയ്യുന്നത് 9% ഇൻട്രസ്റ്റ്, 3% നമുക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് കിട്ടും. ഈ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ നല്ലൊരു എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം, അറിയാലോ. ഇതുപോലുള്ള എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് യൂണിറ്റുകൾ വരും. ഒരുപാട് യൂണിറ്റുകൾ വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കും? ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ. കാരണം ഒരു എറണാകുളത്തുള്ള ഒരാൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ 3 ദിവസം ഇവിടെ ഒരു ഗോഡൌൺ വേണം, ഇവിടെ ഒരു സ്റ്റാഫ് വേണം, 3 ദിവസം അവർക്ക് താമസിക്കണം. കാര്യം ക്ലിയറൻസ് കിട്ടുന്നത് വരെ അവർക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഓഫീസ് വേണം. നമ്മളെ സംബന്ധിച്ചോളം എല്ലാവർക്കും 1-2 പേര് എക്സ്പോർട്ട് ചെയ്താൽ പോലും ഇതിൽ നിന്ന് 2 പേര് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. അവർ വൈറ്റ് ലെവലിംഗ് എന്നുള്ള സംവിധാനം പോലെ നമ്മൾ ഉണ്ടാക്കുന്നു, ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, അവർ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്തോളും. കാര്യം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ടിനെ ഗവൺമെന്റ് എപ്പോഴും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വരുമാനമല്ല, ഒരു രാജ്യത്തിന്റെ വരുമാനമാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം പണ്ടെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ സ്പൈസസ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആരെന്ന് അറിയാമോ? എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. സ്പൈസിന്റെ എക്സ്പോർട്ട് മൊത്തം ചെയ്യുന്നത് ഡൽഹിയും ഗുജറാത്തിലും. കാരണം വെച്ചാൽ പണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ എക്സ്പോർട്ട് ലൈസൻസ് കിട്ടത്തുള്ളായിരുന്നു. അവർ ലൈസൻസ് എടുത്തു, അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യും? അവർ കൊടുക്കും, അവരത് ക്ലയന്റിനെ. പക്ഷെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഡൗട്ട് കാണുമല്ലോ, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 2 പേർക്ക് ഒരു ക്ലയന്റിനെ കണ്ടെത്താൻ വേണ്ടി ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഒരാളെ കണ്ടെത്തുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യും. കാര്യം അവർ പറയുന്നത് അവർക്ക് ഡിമാൻഡ് വേണം, ഡിമാൻഡ് ഉണ്ട്, ഈ സാധനം അയച്ചു കൊടുക്കാൻ പറയും. അപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി നമുക്ക് ഒരേ ക്വാളിറ്റി ഉള്ള സാധനം സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കിങ്ങും സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ സാധനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മിക്കവാറും നല്ല എക്സ്പോർട്ട്, അല്ലാതെ ഈ പറയുന്ന പാർട്ടായിട്ട് ഒരു കാര്യം കൊടുക്കാം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എക്സ്പോർട്ട് ബിസിനസ്സിലോട്ട് വരണമെങ്കിൽ ഈ പറയുന്ന മിനിമം നമ്മൾ ഒരു എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പാർട്ടിയെ കണ്ടെത്തി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സാധനം അവർ ഡിമാൻഡ് ചെയ്യും. ആദ്യം നമ്മൾ ചിലപ്പോൾ 1-2 പ്രോഡക്റ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞാലും ഭാവിയിൽ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു 100 കണക്കിന് ബിസിനസ്സുകളുള്ള സ്ഥലമായിട്ട് നമ്മൾ ട്രിവാൻഡ്രം ജില്ല മാറും. അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവലിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ യൂണിറ്റുകൾ തുടങ്ങി ക്ലസ്റ്റർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഈ ചെറിയ യൂണിറ്റുകൾ മിനിമം 20 പേര് ചേർന്ന ഒരു യൂണിറ്റ്, ഒരു വലിയൊരു പാക്കിംഗ് ഫെസിലിറ്റി. അതായത് നിങ്ങൾ ഓയിൽ മില്ലാണ് ഒരാൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഓയിൽ മില്ലിനെ നമുക്ക് നല്ല രീതിയിൽ പാരച്യൂട്ട് പോലെ കേര പോലെ ഒരു ബ്രാൻഡ് ആക്കി പാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് നടക്കും സാധാരണ രീതിയിൽ. കാരണം വെച്ചാൽ ഒരു പാക്കിംഗ് മെഷീൻ മേടിക്കണമെങ്കിൽ അതിന് 40 ലക്ഷം രൂപ 1 കോടി രൂപ ലോൺ വേണം. ഒരാൾ പറയണം ശരി നിങ്ങളുടെ ഓയിൽ നല്ലതാണ്, പക്ഷെ നല്ല രീതിയിൽ ഈ പറയുന്ന ഓയിലിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പൗച്ച് പാക്കിങ്ങിൽ ചെയ്തു തരണം. അപ്പോൾ ആ മെഷീൻ മേടിക്കണമെങ്കിൽ എത്രയാണ്? കൂടുതലായിട്ട് നമുക്ക് ട്രയറിൽ കൊപ്ര ഉണക്കി നമ്മൾ തന്നെ എടുക്കുന്നെങ്കിൽ അതിനും വലിയ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ടണ്ണൽ ട്രയറൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതിനും ഇത് പറഞ്ഞ കൊടുക്കണമെങ്കിൽ രൂപയാണ്. പക്ഷെ അങ്ങനെയുള്ള കോമൺ ഫെസിലിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 20 പേര് ചേർന്ന ഒരു ക്ലസ്റ്റർ സംവിധാനം ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് കണ്ടെത്തി. അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാക്കിംഗ് മെഷീൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 20 യൂണിറ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ടണ്ണൽ ടയർ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ 20 പേരും കൂടി ചേർന്ന് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് 90% വരെ സബ്സിഡി കിട്ടും. അതായത് 5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് നമ്മുടെ
5 കോടി രൂപയുടെ നമുക്ക് മെഷീൻസ് മേടിക്കുന്നതിന് ഒരു പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ അതായത് നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ സൊസൈറ്റിയോ NGO എന്ത് വേണമെങ്കിൽ 20 പേര് ചേർന്നിട്ട് സെക്ഷൻ 8 പ്രകാരം നോ പ്രോഫിറ്റ് സെക്ഷൻ 8 പ്രകാരം നമ്മളൊരു കമ്പനി ഫോം ചെയ്യണം. സെക്ഷൻ 8 എന്ന് പറയുന്നത് ഈ സംവിധാനം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഈ പറയുന്ന 20 പേരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കോമൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്. മനസ്സിലായില്ലേ? അപ്പൊ 90% ഗവൺമെന്റ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭന്റെ വീതമായിട്ട് 50,000 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനികൾ ചെയ്യുന്നത് പോലെ വലിയ വലിയ ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ സെക്ഷൻ 8 എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഇത് രൂപം കൊള്ളുന്നത്. സെക്ഷൻ 8 എന്നത് കമ്പനി ആക്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ 8 പ്രകാരം എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ ഈ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, സാധാരണഗതിയിൽ ഒരു യൂണിറ്റിന് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനോ ബ്രാൻഡ് ചെയ്യുന്നതിനോ ഈ പറയുന്ന പോലെ പാക്കിംഗ് മെഷീൻ എനിക്ക് ഒറ്റയ്ക്ക് മേടിക്കുന്ന 1 കോടി രൂപ, ഞാൻ 1 കോടി രൂപയ്ക്ക് ഒരു പാക്കിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപയുടെ കച്ചവടം നടക്കണം? തുടക്കക്കാർക്ക് അത് പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ 1 കോടി രൂപയുടെ 20 ചേർന്ന് കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ പാക്കിംഗ് മെഷീൻ മേടിക്കണമെങ്കിൽ എൻ്റെ വിഹിതമായിട്ട് നമ്മൾ 5000 രൂപ മതിയല്ലോ ഒരാൾക്ക്. മനസ്സിലായില്ലേ? ബാക്കി 90% ഗവൺമെന്റ് സബ്സിഡി കിട്ടും. ഗവൺമെന്റ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരേ സമയത്ത് ഒരാൾക്ക് പകരം 20 സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അത് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട്, ഞാൻ പറഞ്ഞു തന്നത് നമ്മളൊരു സംരംഭം തുടങ്ങിയാലും നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനി എന്തായാലും ആരും സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ലോ? എന്തായാലും ചോദിച്ചു. എന്തെങ്കിലും ചെറിയ അച്ചാർ യൂണിറ്റ് നടത്തുന്നവരോ, ഹോം മെയ്ഡ് കേക്ക്സ് ഉണ്ടാക്കുന്നവരോ, ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുന്നവരോ, അല്ലെ ഒരുപാട് യൂണിറ്റ് എടുക്കും. അതിനാണ് പറഞ്ഞത് ഈ പറയുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളത്. ഈ സംരംഭം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം, എത്ര കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടെത്തും. അതായത് ഞാൻ ഈ പറയുന്ന ഒരു 10 ബോട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കുന്ന ഈ 10 ദിവസം കിട്ടും. നമ്മൾ എല്ലാവരും 1 മാസം എക്സ്പയറി ഡേറ്റ് ഉള്ളൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ വിറ്റ് പോകാൻ കഴിയും എന്നുള്ളൊരു ധാരണയിൽ വേണം ഈ പറയുന്ന 1 മാസത്തേക്കുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടക്കത്തിൽ തന്നെ. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഈ ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കുന്നതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനനുസരിച്ച് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക. അത് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ തുടക്ക സമയത്ത് ഈ പറയുന്നത് പോലെ എല്ലാവർക്കും, ആരും ഇന്ന് ബിസിനസ് തുടങ്ങി നാളെ ഈ 100 ബോട്ടിൽ 500 ബോട്ടിലായില്ല. എല്ലാവരും ഈ സ്റ്റാർട്ടിങ്ങിൽ 1-2 വർഷം കുറഞ്ഞ കച്ചവടത്തിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലോട്ട് വന്നവരാണ്. വളരെ റെയർ ആയിട്ടുള്ളവർ മാത്രമേ നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആൾറെഡി ബിസിനസ് എല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം ബിസിനസ് വരുള്ളൂ. ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ 1-ൽ നിന്ന് 2-ൽ നിന്നും തുടങ്ങി. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ ലേബൽ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്കീമുകളും സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നത് തന്നെ. മനസ്സിലായി? ഇപ്പോൾ ഈ പറയുന്ന പോലെ എക്സ്പയറി ഡേറ്റ് ചിലപ്പോൾ നമുക്ക് കഴിയും. ആ സമയത്ത് നമ്മൾ വളരെ കുറച്ച് മാത്രം, എത്രയാണോ നമുക്ക് ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തുടക്കത്തിൽ 2-3 തരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തെ കുറിച്ച് നമുക്ക് 100% കോൺഫിഡന്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരാൾ മേടിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെങ്കിലും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 33 ലക്ഷം ജനങ്ങൾ ഇവിടെ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഉണ്ട്. അതിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാരെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓൺലൈൻ ഉണ്ട്. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് കച്ചവടം ചെയ്യുന്നതിന് നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയുണ്ട് അത് മാത്രമേ ഉള്ളൂ. എന്നു വെച്ചാൽ ഓൺലൈൻ എത്രയും പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോം വെച്ചാൽ പല പ്രോഡക്റ്റും നമ്മൾ കാണുന്നത്. ഇവൻ കേരള ചിപ്സ് എന്ന് പറഞ്ഞ് വിൽക്കുന്നത് ബാംഗ്ലൂരുള്ളവരാണ് കൂടുതലും. ബനാന പൗഡർ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ചക്കപ്പൊടി വിൽക്കുന്ന കൂടുതലും ആരാണ് വിൽക്കുന്നത്? ഇവിടെയുള്ള നിങ്ങൾ IASന്റെ എടുത്ത് നോക്കിയാൽ മതി. എവിടെ നിന്നാണ് ഒരു ഓൺലൈനായിട്ട് ആമസോണിൽ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ പ്രോഡക്റ്റുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നോർത്ത് ഇന്ത്യയിൽ വലിയ സ്ഥാനത്ത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ തന്നെ ബ്രാൻഡ് ചെയ്ത് ഇവിടെ തന്നെ നല്ല ലേബിൾ നമുക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല? തുടക്കത്തിൽ ചെറിയൊരു പ്രശ്നം കാണും. പക്ഷെ ഈ ആമസോൺ വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അതിനെ ഓൺലൈൻ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ONGC എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നുണ്ട്. ONDC ഓൺലൈൻ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം. അതിനെന്ന് വെച്ചാൽ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബോർഡിംഗ് ഉണ്ട്. പക്ഷെ അത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആമസോൺ എല്ലാവർക്കും
കേട്ടിട്ടുണ്ട് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ മാത്രമേ ആരെങ്കിലും സെർച്ച് ചെയ്ത് മേടിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് സ്കീമുകളുണ്ട്. പക്ഷെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല പ്രോഡക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് പ്രസന്റബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനായിട്ടാണ് ഈ പറയുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളെ ഫോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഫോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സാധാരണ ഗതിയിൽ നമ്മളൊരു കടയിൽ, പല കടകളിലും കണ്ടിട്ടുണ്ട്, നല്ല മുളക് പൊടിയാണ് അപ്പുറത്ത് ഉണ്ടാക്കുന്നതാണ്, ഒരു പാക്കേജിംഗ് ആണ്, മുളക് പൊടി ഉണ്ടാവും, പക്ഷെ അതിൽ ഒരു ലേബല് കാണത്തില്ല, എവിടെയാണ് ഉണ്ടാക്കിയത്. ഈ കൊടുക്കുന്നവരെക്കാട്ടി മേടിക്കുന്ന ഒരാളുടെ അവകാശമാണ് ഇത് എവിടെയാണ് ഉണ്ടാക്കിയത്, എത്ര അളവുണ്ട് എന്നുവരെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പാക്കേജിംഗ് ലൈസൻസ്, FSS രജിസ്ട്രേഷൻ ഇല്ലേ. ഒരാൾ മേടിക്കുമ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്നുവരെ ഉപയോഗിക്കാൻ പറ്റും. അളവുകളും തൂക്കങ്ങളും ഇതിൽ 100 ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് 100 ഗ്രാം ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ലൈസൻസ്. അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അറിയാം, ഈ FSSAI നമ്പറിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്, അവരിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ആർക്ക് എന്തും വിൽക്കാം. ഇതിൽ 100 ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പം മേടിക്കുന്നവർ അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ ലേബലുള്ള പ്രോഡക്റ്റുകൾ അപ്പോൾ ആൾക്കാരെല്ലാം നോക്കിയല്ലേ മേടിക്കുന്നത്. പണ്ടെന്ന് വെച്ചാൽ ലേബൽ ഇല്ലാതെയാണ് 90% സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോഴെല്ലാം നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന മുമ്പേ അത് കമ്പനിയാണോ, നല്ല ലേബൽ ഉണ്ടോ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടോ, എക്സ്പയർ എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയാണ് മേടിക്കുന്നത്. അതുപോലെ ഫോർമലൈസ്ഡ് ആയിട്ട് ഒരു യൂണിയനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സ്കീം ഇതുപോലെ നിങ്ങൾക്ക് സബ്സിഡിയും ബാക്കിയുള്ള സപ്പോർട്ടും തരുന്നത്. കുറച്ച് നാളായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ മാനുഫാക്ചറിംഗ് ആരെയും തീരുമാനം ഇപ്പോൾ 30 ദിവസമാണ്, 45 ദിവസമാണ് തീരുമാനം. പക്ഷെ അതിന് ഏതെങ്കിലും എനിക്കിപ്പോൾ എൻ്റെ ഫോൺ അത് എന്തെല്ലാം എത്ര പാറ്റേൺ അത് എത്ര ദിവസമാണ് ഷെൽഫ് ലൈഫ് ഉള്ളത്. ലാബുണ്ട്, കേരളത്തിൽ തന്നെ അപ്രൂവ്ഡ് ലാബുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിൽ, പാപ്പനംകോട് NEHT ഓരോ പ്രോഡക്റ്റുകളും നമ്മുടെ പ്രോഡക്റ്റിന്റെ പിന്നെ ഗവൺമെന്റ് ലാബുണ്ട്. ഇപ്പൊ ലാബിന്റെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. ആ ലാബിൽ ചെന്നിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഷെൽഫ് ലൈഫ് നമുക്ക് അതിൽ നിശ്ചയിച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഷെൽഫ് ലൈഫ് നിശ്ചയിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ കോപ്പി കൊടുക്കുക, അവരാദ്യം പ്രോഡക്റ്റ് ചെക്ക് ചെയ്യും. നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 3 മാസം നമുക്കത് ഫിക്സ് ചെയ്യണം. 3 മാസം ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന സാമ്പിൾ 3 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത് വേറെ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് 3 മാസം എക്സ്പയർ വയ്ക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്പയർ വയ്ക്കാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന പീരീഡ് കഴിഞ്ഞ് അത് കേടായിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ FSSAI ലൈസൻസ് ഉള്ളതാണ്. നമ്മൾ 3 മാസം എക്സ്പയർ വെച്ചു, പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കേടായി എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ നടപടിയെടുക്കും, നിയമ നടപടിയെടുക്കും. അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ 3 മാസം എക്സ്പയർ വെച്ച് കഴിഞ്ഞാൽ 3 മാസമല്ല 4 മാസം കഴിഞ്ഞാലും കേടാകത്തില്ല എന്നുള്ളത്. അപ്പം അതിനു വേണ്ടി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, സാമ്പിൾ നോക്കാം. ഇതിനു വേണ്ടിയാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. എപ്പോഴും നമുക്കൊരു പ്രോഡക്റ്റിൽ കേടാവാൻ ചാൻസ് വരുന്ന വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ വെളിച്ചെണ്ണ നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നു, കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ കൊപ്രയുടെ മോയ്സ്ചർ കണ്ടന്റ് 5% താഴെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പയറി കിട്ടത്തുള്ളൂ. ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് എക്സ്പയറി കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5% കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ചക്കിൽ ആടി വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ. പക്ഷേ ശുദ്ധമായിട്ട് വെളിച്ചെണ്ണയാണ് നമുക്ക് ലൈവായിട്ട് മേടിക്കുന്നതിന് ഏറ്റവും നല്ല ക്വാളിറ്റിയോടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ്. അത് എക്സ്പെല്ലർ വരുമ്പോൾ ചൂടാവും, അതിന്റെ ക്വാളിറ്റി കുറയും, പക്ഷെ അതിന് ഷെൽഫ് ലൈഫ് കൂടും. അപ്പൊ അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ ഈ പറയുന്ന ഏത് രീതിയാലും ഏത് നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മനസ്സിലുള്ള ഒരു കാര്യമാണ്, എന്താണെന്ന് പറയുമോ? എല്ലാവർക്കും അറിയാം ഇവിടെ കിട്ടുന്ന ഭക്ഷണത്തിലെല്ലാം മായമാണ്, എല്ലാം വിഷം ചേർത്താണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറഞ്ഞ വിലയിൽ മേടിക്കും. ഇപ്പൊ നിങ്ങൾ വെളിച്ചെണ്ണയുടെ വില വെച്ച് കഴിഞ്ഞാൽ എത്ര വില? വെളിച്ചെണ്ണയുടെ വില എത്രയാണ് ഇപ്പോഴും? അല്ല, ബൾക്കിൽ മേടിക്കുമ്പോൾ ഒരു 100 കിലോ 1000 കിലോ 10000 കിലോ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കുറഞ്ഞ വിലക്ക് വെളിച്ചെണ്ണ കിട്ടും? ഇല്ലേ? നമ്മൾ ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ രാമചന്ദ്രയിൽ 135 രൂപയ്ക്ക് വെളിച്ചെണ്ണയുണ്ട്. 1 കിലോ തേങ്ങയുടെ വില എത്രയാണ്? 80 രൂപ. 80 വേണ്ട, നമുക്ക് ബൾക്ക് എടുക്കൊണ്ട് 70 രൂപയ്ക്ക് വയ്ക്കാം. 70 രൂപയ്ക്ക് 70 രൂപ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, 100 കിലോ തേങ്ങ മേടിക്കുമ്പോൾ എത്ര രൂപ? 7000 രൂപയായി. 7000 100 കിലോ തേങ്ങ, 100 രൂപ തേങ്ങയുടെ പർച്ചേസ് പ്രൈസ് 7000 രൂപയായി അല്ലേ? 80 രൂപ ചിലപ്പോൾ 8000 ആയിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞ നമുക്ക് ചിലപ്പോൾ 6500 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഈ 100 കിലോ തേങ്ങ നമ്മളതിനെ ഉടയ്ക്കുമ്പോൾ അതിൽ 12 to 13%
കിലോ നമുക്ക് തേങ്ങ വെള്ളമാണ്. 22 to 23%, അത് 22 to 23 kg എന്ന് പറയുന്നത് ചിരട്ടയാണ്. അപ്പൊ രണ്ടും കൂടി ചിരട്ടയും തേങ്ങ വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ 35 കിലോ അല്ലെങ്കിൽ 35%. കേടായി ഞാൻ വിടുന്നില്ല, എല്ലാം നല്ലതായിട്ടുണ്ട്. കേടായി നമുക്ക് സെക്കൻഡ് എടുക്കാം. 100 കിലോ തേങ്ങയിൽ അപ്പൊ 65 കിലോയാണ് എനിക്ക് കൊപ്രയാക്കാൻ പറ്റി കിട്ടിയ തേങ്ങയും ചിരട്ടയും തേങ്ങ വെള്ളം പോയി കഴിഞ്ഞാൽ കിട്ടിയത് 65 കിലോ. ഈ 65 കിലോ ഞാൻ കൊപ്രയാക്കുമ്പോൾ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് 28 കിലോ മുതൽ 33 കിലോ വരെയാണ് കൊപ്രയായിട്ട് കിട്ടുന്നത്. ഈ തേങ്ങ ഉണക്കുമ്പോൾ 28 കിലോ മുതൽ 33 കിലോ വരെ. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണക്കാണ്. പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയാൽ ഇത് തന്നെ. മൊബൈൽ മില്ല് നടത്തുന്നവരുണ്ടെങ്കിൽ പറയാം. ഈ പറയുന്ന 28 മുതൽ 33 കിലോ വരെ നമ്മൾ വെളിച്ചെണ്ണ കൊപ്രയാട്ടി വെളിച്ചെണ്ണ ആക്കുമ്പോൾ 17 കിലോ മുതൽ 20-21 കിലോ വരെയാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത് ശുദ്ധമായിട്ടുള്ള. അപ്പൊ നമുക്ക് ആവറേജ് 20 ബോട്ടിൽ 20 ലിറ്റർ കിലോ നോക്കണ്ട, 20 ലിറ്റർ സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ 7000 രൂപയ്ക്ക് ഞാൻ മേടിച്ച തേങ്ങയ്ക്ക് 1 കിലോയ്ക്ക് ആ തേങ്ങയും വെളിച്ചെണ്ണയുടെ വിലയെ നമ്മൾ കമ്പയർ ചെയ്ത് എത്രയായി? 350 രൂപയായി. ഈ ചിരട്ടയുടെ പൈസയും ബാക്കി പിണ്ണാക്കിന്റെ പൈസയും എനിക്ക് എന്റെ കറണ്ട് ബില്ല്, മാനുഫാക്ചറിംഗ് കോസ്റ്റ്, ബാക്കിയുള്ള കോസ്റ്റ് ഒക്കെ നമുക്ക് ടാലി ചെയ്യാം. ലേവലിംഗ്, ബോട്ടിലിംഗ് ഇതൊന്നും ഞാൻ കൂട്ടുന്നില്ല. അപ്പൊ 6000 രൂപയ്ക്കാണ് ഞാൻ തേങ്ങ മേടിച്ചെങ്കിൽ, അതായത് കിലോ 60 രൂപയ്ക്കാണ് മേടിച്ചെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം? 300 രൂപ എനിക്ക് കോസ്റ്റ് ആയി. അപ്പൊ ആരൊക്കെങ്കിലും ഈ പറയുന്ന 300 രൂപയിൽ കുറച്ചോ 200 രൂപയിൽ കുറച്ചോ നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റുമോ? ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ കാര്യം ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ, ഒരു ഓയിൽ മില്ല് നടത്തുന്ന ആള് ഒരു 10 പേരെ ഒരു ദിവസം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വിഷം കൊടുക്കാൻ അനുവദിക്കുന്നതിന് ഒരു ക്രൈമാണ്. നമ്മളൊരു മില്ല് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു എല്ലാവർക്കും നല്ല സാധനം മേടിക്കണം, നല്ലത് കൊടുക്കണം എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ പലർക്കും ഈ ചെയ്യുന്നവർക്ക് പോലും ഇതിന്റെ കോസ്റ്റിംഗോ അങ്ങനെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന എല്ലാവരും വേണ്ട. ഈ 33 ലക്ഷത്തിൽ നമ്മൾ ഏതെങ്കിലും 1% ആൾക്കാരെ, വളരെ കുറഞ്ഞ ആൾക്കാരെ മാത്രം കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം നടത്താൻ പറ്റും. എല്ലാവരുടെയും മനസ്സിലുണ്ട് നല്ല സാധനം കൊടുക്കണമെന്ന്. പക്ഷെ നമ്മൾ നല്ല സാധനം എവിടെ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഇത് നല്ലതാണ്. പക്ഷെ 100% നമ്മൾ സത്യസന്ധമായ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മോർ പബ്ലിസിറ്റി ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കച്ചവടം നടക്കും. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെളിച്ചെണ്ണയും ഇപ്പൊ എല്ലാ വെളിച്ചെണ്ണ മില്ലുകളും കുറഞ്ഞ റേറ്റിൽ 200-250 രൂപ കൊടുക്കുന്നു. പക്ഷെ എല്ലാ ഓയിൽ മില്ലുകളിലും ഈ പറയുന്ന 300 റേറ്റാണ് അവർ കൺവിൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക്, പബ്ലിക്കിന് തന്നെ മനസ്സിലാവും ഈ പറയുന്ന കുറഞ്ഞ വെളിച്ചെണ്ണ മായം ചേർത്തതാണ്. ഈ പറയുന്ന ഇന്ത്യയിലെ എത്ര % ഇപ്പൊ എല്ലാവരും ചോദിക്കും, നമ്മൾ പാം ഓയിൽ, ഈ കൊപ്ര മില്ലുകാരെ അല്ലെങ്കിൽ ഓയിൽ മില്ലുകാരെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മുടെ പാം ഓയിലെല്ലാം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇറക്കുമതി ചെയ്യുന്നത്? ഇറക്കുമതി നമുക്ക് നിർത്താൻ പറ്റുമോ? ഇന്ത്യക്ക് ആവശ്യമുള്ള ഓയിലിന്റെ 40% മാത്രമേ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് ഓയിൽ ഡിവിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ പറയുകയാണ് ശരി, ഇറക്കുമതി നിർവഹിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്, നാളെ ബേക്കറി ഹോട്ടൽ കയറി സമരം ചെയ്യും. കാര്യം ഇവിടെ ആവശ്യമുള്ള എഡിബിൾ ഓയിൽ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ ഇത്രയും ഓയിൽ ഡിവിഷൻ്റെ ആയിട്ടുള്ള രാജ്യത്ത് നല്ല ഓയിൽ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെ കൺവിൻസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കുറഞ്ഞ റേറ്റിനും കൂടുതൽ റേറ്റിനുള്ള മേടിക്കുന്നില്ലേ? അപ്പൊ കേരളത്തിലുള്ള സാധനങ്ങൾക്ക് മൊത്തത്തിൽ വേൾഡ് ഒരു ഡിമാൻഡ് ഉണ്ട്. നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിന് നമ്മൾ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ചൈന മോശം. പക്ഷെ ജപ്പാന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയും? ജപ്പാനാണ്. അതുപോലെ തന്നെ തമിഴ്നാടും കേരളവും ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിനൊരു ഇറ്റ്സ് സെൽഫ് ഡെമോക്രാറ്റിക് ആ കേരളത്തിന്റെ പ്രോഡക്റ്റ് ആണ്, ഇത്തിരി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. ആ ധാരണ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലേ? ഈ പറയുന്ന പോലെ തുടക്കത്തിൽ ചെറിയ ചെറിയ സ്ട്രഗിൾ കാണും. നല്ല പ്രോഡക്റ്റ് റൈറ്റ് കസ്റ്റമറിൽ നല്ല രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ 100%. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും സബ്സിഡി സ്കീമുകൾ സപ്പോർട്ടുള്ള സമയത്ത് ക്ലസ്റ്റർ രൂപീകരിച്ച് എന്തെല്ലാം രീതിയിൽ നമുക്ക് ഫുഡ് പ്രോസസിംഗ് മേഖലയിൽ എന്തൊക്കെ ആനുകൂല്യം കൊണ്ട് എന്തൊക്കെ ഭാവിയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ചക്ക ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ 60 കോടി ചക്കയുണ്ട്, അതിന് 35 കോടിയും പാഴായി പോവുകയാണ്. ഇതിന്റെ വാല്യൂ അഡീഷണൽ യൂണിറ്റിനും സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഓട്സ് ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. പണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല. കാനഡയിലും റഷ്യയിലും പ്രൊഡക്ഷൻ ഉള്ള ഓട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കർഷകർ അവിടെ വെറുതെ പറമ്പിലങ്ങ് ഇട്ടിക്കുന്നു, കന്നുകാലികൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷെ അതിനെ പ്രോസസ്സ് ചെയ്ത് പാക്കറ്റിലാക്കി നമ്മുടെ ഡയബറ്റീസ് നല്ലതാണെന്ന് പറഞ്ഞ റെഡി ടു യൂസ് എന്നുള്ള എല്ലാ കടയിലും കിട്ടും. എല്ലാ 2-1 വീടുകളിലും ഓട്സ് ഉണ്ട്. അതിനെക്കാട്ടി മെച്ചപ്പെട്ട ഒരു ഐറ്റമാണ് ചക്ക.
വേൾഡ് വൈഡ് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ നമ്മുടെ തൊടുകളിൽ പഴയ പോകുന്നു. അതിനെ നമ്മൾ പൗഡർ ആക്കിയോ ഏതെങ്കിലും ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയോ ഒന്നും ചെയ്യണ്ട. ഇതിനെ ഫ്രോസൺ ചെയ്ത് വേഗം മീറ്റ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ പറയുന്ന ചക്കയെ നമ്മൾ ഫ്രോസൺ ചെയ്ത് അത് ഇടിച്ചൊക്കെ പറ്റത്തില്ല, ചക്കയുടെ പുറന്തോട് മാത്രം മാറ്റി അതിനെ കട്ട് ചെയ്ത് അതിനെ സംവിധാനത്തെ ബ്ലാസ്റ്റർ പിസ്റ്റൺ എന്നുള്ള സംവിധാനമുണ്ട്. -40 ഡിഗ്രിയിൽ 4 മണിക്കൂർ ബ്ലാസ്റ്റ് ചെയ്ത് ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഡിമാൻഡ് ഉണ്ട്. വേഗൻ മീറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻസ് മാത്രം കഴിക്കുന്നവർ, അതായത് സസ്യജന്യമായത് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. ഈവൻ പാലുൽപ്പന്നങ്ങളോ തേനോ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് അവരുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വേഗൻ മീറ്റ്. ഈ പറയുന്ന ചക്കയ്ക്ക് വേൾഡ് വൈഡ് ഡിമാൻഡ് ഉണ്ട്. അത്രയും നല്ല ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് തങ്ങതായുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പറയുന്ന പോലെ ഏത്തക്കാ പൊടി ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഓർഗാനിക് ആയിട്ട് പല നമ്മൾ ഫേസ് ക്രീം ആയാലും പല കാര്യങ്ങളായാലും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കെമിക്കൽ മാറ്റി ഓർഗാനിക് ആയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതിനുള്ള ഫാക്ടറികൾക്ക് വേണ്ട ഒരു കണ്ടന്റാണ് ഈ പറയുന്ന നമ്മുടെ ഏത്തക്കാ പൊടി, ഏത്തക്കാ പൗഡർ. അപ്പൊ നിങ്ങൾ ഇന്ത്യ മാർട്ട് എന്തെങ്കിലും എടുത്ത് നോക്കിയാൽ ഇത് പറഞ്ഞ ഏത്തക്കാ പൗഡറിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് 100 കിലോ 200 കിലോ വെച്ചുകൊണ്ടിരുന്ന പറ്റത്തില്ല. അവർക്ക് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് നിങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കണമെങ്കിൽ അവർ ചോദിക്കുന്നത് എല്ലാ ആഴ്ചയിലും 2 ടൺ തരാൻ പറ്റും. കാരണം അവരവരുടെ പ്രോഡക്റ്റ് ഇന്ത്യ മുഴുവനും പരസ്യം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു കോമ്പിനേഷൻ കാണും. ഒരു 10% ഈ പറയുന്ന ഏത്തക്കയുടെ പൊടി അല്ലെങ്കിൽ 8%. അതങ്ങനെ കൊടുത്താൽ മാത്രമേ അവരുടെ കോമ്പിനേഷനിൽ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളവരുടെ എഗ്രിമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് പലരും ഓർഗാനിക്കുള്ള മാറ്റി കെമിക്കൽ ചേർക്കുന്നത്. കെമിക്കൽ ആകുമ്പോൾ എത്ര മണിയും കിട്ടും. ഓർഗാനിക്കുള്ള പ്രോഡക്ട്സ് നമുക്ക് ഉത്പാദിപ്പിക്കുന്ന ലിമിറ്റ് ഉണ്ട്. അതേ സമയത്ത് നമുക്ക് തന്നെ ഈ ഫുഡ് പ്രോസസ്സിങ്ങിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇതുപോലെ ക്ലസ്റ്റർ രൂപീകരിച്ചോ ഒരുമിച്ച് എല്ലാവർക്കും നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല രീതിയിൽ നമുക്ക് ഈ കാർബൺ മേഖലയിൽ ഈ പറയുന്ന എല്ലാ തടസ്സങ്ങളുണ്ട്. ഈ പറയുന്ന കച്ചവടം എന്താ പറയുക, ഇന്ന് വിൽക്കുമ്പോൾ നാളെ നമുക്ക് ചിലപ്പം കാശ് കിട്ടണമെന്നില്ല, പലതും ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ അതെ കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ ഇതല്ല നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ മേഖലയിൽ നമ്മുടെ തലത്തിന് പുരോഗതി ഉണ്ടാവും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും 100% വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതോ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു യൂണിറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലസ്റ്ററിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ടല്ലേ ലോൺ എടുക്കേണ്ടി വരുന്നത്. അതിന് ലോൺ എടുത്തില്ലെങ്കിലും നമുക്ക്, അതായത് ക്ലസ്റ്ററിലോട്ട് പോകുമ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചെലവഴിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ നമ്മൾ എഴുതുക. 20 പേര് ചേർന്നിട്ട് 20 ലക്ഷം രൂപയെ ബാക്കി പൈസ ഗവൺമെന്റിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. അപ്പം ഈ പറയുന്ന നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ക്ലസ്റ്ററിലോട്ട് പോകുമ്പോൾ നമുക്ക് ലോണിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻ കേസ് 20 പേരുടെ സിവിൽ ഓക്കെ ആണ്. ഇത് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഈ സബ്സിഡി കിട്ടുന്നതിനല്ല സംവിധാനം. ബാക്കിയുള്ള ലോണുകൾ, ഇൻഡിവിജ്വൽ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ചെറിയ യൂണിറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനമാണ്. ആദ്യം ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു നല്ല യൂണിറ്റ്, നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എനിക്ക് കോമൺ ആയിട്ടുള്ള സംവിധാനം ആവശ്യമുള്ളത്, അതിനു വേണ്ടിയാണ് ഈ ക്ലസ്റ്റർ. അതിന് വേണമെങ്കിൽ ലോൺ എടുക്കാം, ലോൺ എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ കാര്യം മുൻനിർത്തിക്കാം. ചക്കയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ചക്കയുടെ ഏറ്റവും വലിയ
ഹലോ, ചക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഒരു സീസണൽ ഫ്രൂട്ടാണ് അല്ലേ? സീസണിൽ ഉള്ളപ്പം ഒരുപാട് കിട്ടും, അല്ലാത്ത സമയത്ത് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ കേരളത്തിന്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നോക്കുകയാണെങ്കിൽ 9 മാസം കേരളത്തിൽ ചക്ക കിട്ടും. അപ്പം അതിന് ചക്ക നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചക്ക ചെയ്യേണ്ടത് പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റുകളെന്ന് പറയും. അതായത് നമ്മൾ ഇവിടെ ഉള്ള ചക്ക പാഴായി പോകാതെ അതിനെ ഈ പറയുന്ന പൊടിയാക്കിയോ അതല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്ത് ബ്ലാസ്റ്റർ ഫ്രീസറിൽ വെച്ച് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടി സംഭരിക്കുക എന്നുള്ളതാണ് ചക്കയുടെ ആദ്യം നമ്മൾ ചെയ്യേണ്ട നടപടി എന്ന് വെച്ചാൽ. അപ്പൊ ഈ ചക്കയുടെ കാര്യങ്ങളിൽ നമ്മളൊരു കമ്പൈൻഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ, അതായത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരെ വേണം ഈ ചക്കയെ പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റുകളിൽ ചക്ക സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരും വേണം. 2 ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചക്കയുടെ ബിസിനസ്സിൽ നമുക്ക് ഭാവിയിൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന ചക്കകൾ കോൾഡ് സ്റ്റോറേജ്, അതായത് ബ്ലാസ്റ്റർ ഫ്രീസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മൾ അതിനെ കോൾഡ് -40 ഡിഗ്രിയിൽ ബ്ലാസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കോൾഡ് സ്റ്റോറേജിലോട്ട് ശേഖരിക്കുന്നു. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് 365 ദിവസം നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റണം അല്ലേ? അപ്പൊ അതിന് ഇങ്ങനെയുള്ള സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഇവരെ കളക്ട് ചെയ്ത് ഈ പറയുന്ന പൊടിയോ അല്ലെങ്കിൽ ക്യൂബ്സ് ആക്കിയോ നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മെഷർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞില്ലേ, നമ്മൾ ഈ ഉണക്കി വെക്കുമ്പോഴോ നോർമൽ കോൾഡ് സ്റ്റോറേജിലോട്ട് മാറ്റുമ്പോൾ ഈ ഒരു 6 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ചക്കയുടെ അതേ ഗുണങ്ങൾ കാണത്തില്ല. അതിനുവേണ്ടിയാണ് ഈ ടെക്നോളജി ഉപയോഗിച്ച ബ്ലാസ്റ്റർ ഫ്രീസർ എന്നുള്ള സംവിധാനം ഉപയോഗിക്കുന്നത്. ബ്ലാസ്റ്റർ ഫ്രീസറിൽ 4 മണിക്കൂർ വെക്കുമ്പോൾ, അതായത് -40 ഡിഗ്രിയിലാണ് ഈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത്. 4 മണിക്കൂർ ഇതിൽ ഫ്രീസ് ചെയ്യുമ്പോൾ അതിന്റെ കോർ ടെമ്പറേച്ചർ 18 ഡിഗ്രിയിലോട്ട് മാറും. അത് കഴിഞ്ഞ് നമ്മൾ 9 മാസം ഇതിനെ നോർമൽ കോൾഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്വാളിറ്റി കിട്ടും. നിങ്ങൾ ലുലു എന്നൊക്കെ ഈ ഗ്രീൻ പീസ് ഒക്കെ മേടിക്കുന്ന അറിയത്തില്ലേ? നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് അടക്കം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ ഒരുമാതിരി വെള്ളമയം ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ അവിടെ നിന്ന് മേടിക്കുന്ന ഗ്രീൻ പീസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ലേ? അതെങ്ങനെയാണ്? ഗ്രീൻ പീസ് എന്ന് പറയുന്നത് നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടുന്നതാണോ? അതും ഒരു സീസണിലാണ്. പക്ഷെ എല്ലാ വർഷവും നോക്കിക്കഴിഞ്ഞാലും ഏത് ദിവസം പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പാക്കറ്റിൽ കിട്ടും. അതിന്റെ ഷെൽഫിൽ നോക്കി കഴിഞ്ഞാൽ 12 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതെന്ന് പറയുന്നത് ഈ കോൾഡ് സ്റ്റോറേജും ഇതുപോലുള്ള മെഷീനറി ഉപയോഗിച്ച് ടെക്നിക്കലി അതിനെ അവർ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കും PMFME സ്കീമിൽ ഈ പറയുന്ന ചക്കയെ നല്ല രീതിയിൽ പ്രോഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ഈ പറയുന്ന മെഷീൻസ് മേടിക്കുക, അതിനെ -40 ഡിഗ്രി ടെക്നിക്കലി അതിനെ ഫ്രീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കോൾഡ് സ്റ്റോറേജിലോട്ട് മാറ്റുക. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, ചക്ക നമുക്ക് നാട്ടിലെല്ലാം കിട്ടുന്നതല്ലേ, നമ്മുടെ എല്ലാം തൊടി ആരെങ്കിലും പൈസ കൊടുത്ത് മേടിക്കുമെന്ന്. അങ്ങനെയാണോ? അല്ല. ഇപ്പം നമ്മൾ വാട്ടർ ബോട്ടിൽ മേടിക്കുന്നവരല്ലേ, എല്ലാ 99% ആൾക്കാരും വാട്ടർ ബോട്ടിൽ മേടിക്കും. പണ്ട് ആദ്യമായിട്ട് കുപ്പിവെള്ള ബിസിനസ്സുമായിട്ട് വന്നവരുടെ അടുത്ത് എല്ലാവരും എന്തായിരിക്കും ചോദിച്ചത്? എല്ലാവരുടെയും പറമ്പിൽ കിണറുണ്ട്, ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുമ്പോൾ നിന്റെ വെള്ളം ആരെങ്കിലും പൈസ കൊടുത്ത് മേടിക്കുമെന്ന് ഇല്ലേ? തുടക്കത്തിൽ എല്ലാവരും ചോദിച്ചു കാണത്തില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ആരെങ്കിലും. പക്ഷെ ഇന്ന് 15 രൂപ മുതൽ 100 രൂപ കൊടുത്ത് ബോട്ടിൽ വെള്ളം മേടിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഏത് ബിസിനസ് നമ്മൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്. ഈ പറയുന്ന സാധിക്കും. നമ്മുടെ ഒരു യൂണിറ്റാണ് തുടങ്ങുമ്പോഴല്ലോ, നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാർക്ക് കൊടുക്കും. നമ്മളൊരു ബ്രാൻഡായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളിതിനെ ടെക്നിക്കലി നോക്കേണ്ടത് എത്ര സമയം നോക്കണം, ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ്, ഈ പറയുന്ന ഉണക്കിയ സാധനങ്ങൾ വരെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിനുള്ള ഫെസിലിറ്റി വേണം. ഇതിന്റെ കോൾഡ് സ്റ്റോറേജിലാണ് നമ്മൾ സംവിധാനം സൂക്ഷിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് ആയാലും ഉണക്കിയതായാലും നമ്മൾ അതിന്റെ ക്വാളിറ്റി നിലനിൽക്കണം, നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ബ്രാൻഡാക്കി ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ലോണുകൾ, ക്ലസ്റ്റർ സംവിധാനങ്ങൾ. പക്ഷെ ഒരു 100, 10, 20 യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു വലിയ കോൾഡ് സ്റ്റോറേജ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ട് ഗവൺമെന്റിന്റെ 90% സബ്സിഡി മേടിച്ച് ഒരു കോൾഡ് സ്റ്റോറേജ് ചെയ്തു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? മിനിമം ഒരു 20 യൂണിറ്റുകൾ അവരുടെ പ്രോഡക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോൾഡ് സ്റ്റോറേജ് ഉപയോഗിച്ചാൽ മാത്രമല്ലേ ഈ വലിയൊരു എമൗണ്ട് എടുത്തുകൊണ്ട് ഗവൺമെന്റ് ഇത്രയും അല്ലെങ്കിൽ 90% സബ്സിഡി കൊടുത്തുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ ഇപ്പൊ ആണെങ്കിൽ പണ്ടത്തെ പോലെ മീറ്റിംഗ് ഒന്നും കൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് 20 വരെ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ പണ്ട് ഏറ്റവും കൂടുതൽ പാഴായി പോകൊണ്ടിരുന്ന സംഭവം എന്തായിരുന്നു? പാലായിരുന്നു അല്ലേ? ഒരു ദിവസം കഴിഞ്ഞാൽ കേടായി പോകും. പക്ഷെ ഇന്ന് ആ അമുൽ എന്നുള്ള ഒരു സംവിധാനം, ഇവിടെ മിൽമയുണ്ട്, മൊത്തത്തിൽ അമുൽ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് കൊണ്ടാണ്
പാലിനൊരു ഡിമാൻഡും അവരിന്ന് അവിടെ ഉണ്ടാക്കുന്നത്, അതായത് ഒരു ദിവസം കൊണ്ട് കേടായി പോകുന്ന പാല് അമലിന്റെ ഉൽപ്പന്നം അവിടെ ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ നിന്ന് എത്തുന്നില്ല. അപ്പൊ അതുപോലെ ഏത് പ്രോഡക്റ്റ് ആയാലും നമുക്കതിനെ ടെക്നിക്കലി അതിനെ ട്രേസ് ചെയ്തു അതിനെ പ്രോസസ് ചെയ്തു. അതാണ് പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന പ്രോസസ്സിംഗ് എന്നുള്ളൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ആ പറയുന്ന പാല് ഈ പറയുന്ന ഗുജറാത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച് അവിടെ തന്നെ കേടായി പോകും. പക്ഷെ അത് നമുക്ക് അന്ന് അവിടെ ഉത്പാദിപ്പിക്കുന്ന 1 ലിറ്റർ പാല് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ പൈസ കൊടുത്ത് ഇവിടെ മേടിക്കാൻ പറ്റും ടൗണത്തിൽ. അതുപോലെയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും. പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന സാധനങ്ങളെ ഒരു വാല്യൂഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റുക, അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. ഇതിൽ തന്നെ നമുക്ക് ടെക്നിക്കലി ഇപ്പം ഞാൻ പറഞ്ഞ ജനറലി കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഈ PMFME സ്കീം വഴി തന്നെ തൃശ്ശൂര് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് വെള്ളാണിക്കര. അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കും. അവിടെ മെഷീൻസ് ഈ പറയുന്ന റെട്രോ പാക്കിംഗ് ടെക്നോളജി അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടും. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് വേണമെങ്കിൽ തഞ്ചാവൂർ നിപ്റ്റമുണ്ട്, അവിടെ ചെന്ന് ട്രെയിനിങ് എടുക്കാം. ആർക്കെങ്കിലും ഈ മേഖലയിൽ നല്ലൊരു പാഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ പറയുന്ന ഏതാണ് നമുക്ക് പെർഫെക്റ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തൃശ്ശൂർ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ NIC പാപ്പനംകോട് ഒരു ട്രെയിനിങ് എടുക്കുന്നു, 1-2 പേരെടുത്ത് അല്ലെങ്കിൽ 1-2-3 തവണ പോകുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് ഈ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്? ഈ പറയുന്ന ട്രെയിനിങ് എടുത്തും കുറെ പ്രോഡക്റ്റ് കേടായും ഒരുപാട് ടെക്നോളജി മാറ്റി ഇതിലുപരി നമുക്ക് തന്നെ ഒരു ഐഡിയ കാണും, ഇതാണ് പബ്ലിക്കിന് ഇഷ്ടം, ഈ രീതിയിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയ കൂടി ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഇത്രയും സപ്പോർട്ടിങ് സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് തന്നെ പല കാര്യങ്ങളും പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നു. അപ്പോൾ പുതുതായിട്ട് ഈ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിൽക്കേണ്ട, കേരളത്തിലും ഇന്ത്യയിൽ മാത്രം നിൽക്കേണ്ട ഒരു സംഭവമല്ല. നമുക്കിന്ന് വേൾഡ് വൈഡ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വീണ്ടും ബോർഡ് വരുമ്പോൾ ഏറ്റവും ചിലവ് കുറച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് വീണ്ടും മാറും. കാരണം അമേരിക്കൻ ലാൻഡിംഗ് കോസ്റ്റ് ഏറ്റവും കുറവായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും ബോർഡിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു 100-1000 സംരംഭകർ ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രോഡക്റ്റ് ഒരു കോമ്പറ്റീഷനെ ആകുന്നില്ല. കാരണം വേൾഡ് വൈഡ് മാർക്കറ്റ് കിടക്കുകയാണ്. പക്ഷെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ സ്ട്രഗിൾ, ഒരു ചെറിയ ലോൺ എടുത്ത് എൻ്റെ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നില്ല. ഇങ്ങനെയുള്ളൊരു ഉപരി നമ്മൾ കുറച്ച് പേര് ചേർന്ന് 1-2 അല്ലെങ്കിൽ 5-10 പേര് ഒരു എക്സ്പോർട്ട് യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ലയിലുള്ള എത്ര സംരംഭകർ ഉണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇപ്പം പല എക്സ്പോർട്ടേഴ്സും ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാവരും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ? ഇല്ല. ക്വാളിറ്റിയുള്ള യൂണിറ്റുകളെ അവർ വാച്ച് ചെയ്യും, തിരഞ്ഞെടുക്കും, എന്നിട്ട് അവരുടെ സാമ്പിൾ കൊണ്ടുവരാൻ പറയും. അവരുടെ സാമ്പിൾ നോക്കിയിട്ട് എക്സ്പോർട്ടിന് പറ്റിയതാണെങ്കിൽ ഇവർ വൈറ്റ് ലേബൽ ചെയ്താണ് വിൽക്കുന്നത്. നോർത്ത് ഇന്ത്യയിലും ഇവൻ ചൈനയിൽ നിന്നായാലും നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവ് കുറഞ്ഞ് എങ്ങനെയാണ് സാധനം എത്തുന്നത്? അവർ ഓരോരുത്തരും കുടിൽ വ്യവസായം പോലെ ഓരോരോ പാർട്ട് ഉണ്ടാക്കും. ഒരു ബാഗ് ഉണ്ടാക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് സിപ്പ് മാത്രം ശരിയാക്കും, ഒരാൾ അതിന്റെ സ്റ്റിച്ചിങ് മാത്രം ചെയ്യും. അങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ കോമൺ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് പ്രോഡക്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള സിസ്റ്റം ഇപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി സപ്പോർട്ടും ഉണ്ട്. FSSAI സെൻട്രൽ ലൈസൻസ് എടുക്കേണ്ടത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ. നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് വേണമെങ്കിൽ FSSAIയുടെ സെൻട്രൽ ലൈസൻസ് എടുക്കണം. അപ്പൊ FSSAIയിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് 3 കാറ്റഗറിയാണ്. ജനറൽ രജിസ്ട്രേഷൻ, ജനറൽ മാനുഫാക്ചറിംഗിന്റെ FSSAI രജിസ്ട്രേഷൻ, FSSAI സ്റ്റേറ്റ് ലൈസൻസ്, FSSAI സെൻട്രൽ ലൈസൻസ്. എക്സ്പോർട്ടിംഗ് പർപ്പസ് ആണെങ്കിൽ നമ്മുടെ സെൻട്രൽ ലൈസൻസ് എടുക്കാം. ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ പോവുക അല്ലെങ്കിൽ സർവീസ് നടക്കുന്നിടത്തോ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. അതിന് 7500 രൂപ തോന്നുന്നു ഫീസ് കാറ്റഗറി അനുസരിച്ച്. 7000. എനിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് മിഷനറീസ് ഇല്ല, അത് പേര് പറയും സബ്സിഡി കറക്റ്റ് വന്ന ഒരു 3 to 4 months കാണും. ബാങ്കിന്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ സബ്സിഡി വരുന്നതിന് മുമ്പ് ബാങ്ക് പോർട്ടലിൽ നിങ്ങളുടെ ലോൺ സാങ്ഷൻ ലെറ്ററും അതുപോലെ തന്നെ ഡിസ്ബേഴ്സ്മെന്റ് ലെറ്ററും അതിൽ അപ്ലോഡ് ചെയ്ത് മാർക്ക് ചെയ്തിരിക്കണം. ബാങ്കിന്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 3 to 4 months സബ്സിഡി വരും. ഇപ്പം പറഞ്ഞ പോലെ 3 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് സബ്സിഡിയുടെ ആനുകൂല്യം കിട്ടുന്നത്. എന്ന് പറഞ്ഞാലും ലോൺ എടുത്ത് ഒരു 3 മാസം കഴിയുമ്പോൾ സബ്സിഡി വന്നു, ആ ഡേറ്റ് മുതൽ ബാലൻസ് എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ തിരിച്ചടച്ചാൽ മതി.
ഈ 3 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റുന്നത് പറയണം. ഗവൺമെന്റ് പറയാണ് ഇവർക്ക് സബ്സിഡി 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്, 4 ലക്ഷം രൂപ സബ്സിഡി ഇവർ അക്കൗണ്ടിൽ പ്രത്യേകം കീപ്പ് ചെയ്യണം. കാരണം ഒരു യൂണിറ്റ് ലോൺ എടുത്തതിന് ശേഷം ക്ലോസ് ചെയ്ത് പോകരുത്. അവർ 3 വർഷം അത് റൺ ചെയ്ത് പോയാൽ മാത്രമേ ഗവൺമെന്റ് ഉദ്ദേശിച്ച തരത്തിൽ കുറച്ച് പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനും കുറച്ച് പ്രൊഡക്ഷൻ നടത്തി സമൂഹത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു യൂണിറ്റ് 3 വർഷം റൺ ചെയ്ത് പോകണം എന്നുള്ളത് നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സബ്സിഡി പ്രത്യേകം കീപ്പ് ചെയ്തത്. പക്ഷെ നമുക്ക് സബ്സിഡി വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നതുപോലെയാണ്. നമ്മുടെ എമൗണ്ട് ബാങ്ക് നമ്മുടെ കയ്യിൽ തരുന്നത്, നമ്മൾ കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ പേരെന്താണ്? പേര് ഓക്കെ. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ചെക്ക് ചെയ്യാൻ. എനിക്കൊന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാലും മതി. എന്റെ സ്റ്റാറ്റസ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തെങ്കിലും ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഫോർമാലിറ്റീസ് ചെക്കിൽ ചെറിയ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സബ്സിഡിയുടെ കാര്യത്തിൽ വേറെ ഒന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഒക്കെ വളരെ PMEG പോലെ ഒന്നുമില്ല, വളരെ ചെറുതും. പക്ഷെ അതല്ല, അതിന് നമുക്ക് സബ്സിഡി വന്നിട്ടുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാം. സബ്സിഡി വന്നു കഴിഞ്ഞാൽ ചില ബാങ്കുകാർ നമ്മുടെ ലോണിൽ കുറയ്ക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 7 ഇയേഴ്സിലായിരിക്കും എടുത്തത്. ഈ പറയുന്ന ലോണ് സെയിം എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ 7 വർഷം കൊണ്ട് തീരാനുള്ള ലോണ് ഒരു 4 വർഷം അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലോസ് ആയി കിട്ടും, സെയിം എമൗണ്ട് തന്നെ അടയ്ക്കുകയാണെങ്കിൽ. അഥവാ ഈ എമൗണ്ട് കുറച്ച് തരണമെങ്കിൽ ബാങ്കിൽ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ബാങ്ക് ലോണ് റീസ്ട്രക്ചർ ചെയ്യണം. എങ്കിൽ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് അവർ കുറച്ച് തരും. പക്ഷെ കുറച്ച് തരുന്നതിനെക്കാട്ടി പല ബാങ്കും വിചാരിക്കാം, പെട്ടെന്ന് നമ്മൾ പല കസ്റ്റമേഴ്സും വിചാരിക്കാം ഈ എന്തായാലും എനിക്ക് 7,000 രൂപ അടയ്ക്കുന്നത്, 11,000 രൂപ അടയ്ക്കുന്നത്, ഒരു 4 വർഷം കൊണ്ട് ലോണിന്റെ ബർഡൻ തീരും, ബാക്കി അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ ആ സെയിം എമൗണ്ടിനെ കണ്ടിന്യൂ ചെയ്തു പോകും. അഥവാ നമുക്കത് മാറ്റി കിട്ടണമെങ്കിൽ ബാങ്കിൽ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ബാങ്കിന് ഈ ലോണിനെ സബ്സിഡി എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റീവർക്ക് ചെയ്ത് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. പല ബാങ്കുകാരും വിചാരിക്കും ഈ എമൗണ്ട് തന്നെ അടച്ചു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം കൊണ്ട് അടഞ്ഞു തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സെയിം എമൗണ്ട് അടയ്ക്കാൻ പറയുന്നത്. എന്തായാലും സബ്സിഡിയുടെ സ്റ്റാറ്റസ് എനിക്കൊന്ന് നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഫോർമാലിറ്റീസ് വേറെ ഒന്നുമില്ല. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന സാങ്ഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ലോൺ തന്നതിന് ശേഷം എമൗണ്ട് എത്രയാണ്, ഡിസ്ബേഴ്സ്മെന്റ് എത്രയാണ്, ആ സംഭവങ്ങൾ കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമേ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രോസസ്സിംഗ് ആണ്. ഇല്ലില്ല, അത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അടുത്ത് തന്നെ വിളിച്ച് പറയാം എത്രയാണ് പെൻഡിങ് ഉള്ളതെന്നുള്ളത്. എന്തെങ്കിലും ഫോർമാലിറ്റീസ് ബാക്കി ഉണ്ടെങ്കിൽ ബാങ്കിന് ഇൻഫോം ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോ. അപ്പൊ ആ കാര്യത്തിൽ പേടിയില്ല. പറഞ്ഞോളൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് കൂടുതൽ അതിനുണ്ടല്ലോ. MSME നമ്മുടെ തൃശ്ശൂർ എക്സ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. എക്സ്പോർട്ടിങ്ങിന്റെ കാര്യം നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മിക്കവാറും എന്തെങ്കിലും വരുന്നെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. എക്സ്പോർട്ടിംഗ് ക്ലാസ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് ജനറൽ ആയിട്ട് ഒരു ഐഡിയ തരാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഇതേ ഫീൽഡിൽ ചെയ്യുന്നവര്, ഇതിനെ FIO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ എക്സ്പോർട്ടിങ്ങിന്റെ ക്ലാസ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ദിവസം 2 ദിവസം കിട്ടും. പിന്നെ അതിന്റെ മെറ്റീരിയൽസ്, അതിന്റെ എന്തെങ്കിലും സ്റ്റഡി എന്തെങ്കിലും വേണമെങ്കിൽ എനിക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് തരാം. അതേ എക്സ്പോർട്ട് ലൈസൻസിന്റെ പ്രൊസീജിയർ, അതിന്റെ PPT അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒന്നിൽ വാട്സപ്പോ മെയിലോ ചെയ്ത് തരാം. എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. K-SWIFTന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ K-SWIFTന്റെ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ 10 ലക്ഷം രൂപ സംരംഭമാണെങ്കിൽ 0.01% നമ്മൾ 3 വർഷത്തേക്ക് 100 രൂപ മാത്രം. 50 ലക്ഷം രൂപയാണ് എന്റെ പ്രോജക്ട് കോസ്റ്റ് എങ്കിൽ, 50 ലക്ഷം രൂപയുടെ സംരംഭമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 500 രൂപയാണ് 3 വർഷത്തേക്ക്. അതായത് വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമാണ് K-SWIFTനുള്ളത്. പിന്നെ അത് ഇനി എടുത്തു തരുന്നവർ ചിലപ്പം അക്ഷയ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ 10-50 രൂപ ഒരു മേടിക്കും. അല്ലെങ്കിൽ വ്യവസായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഗവൺമെന്റ് ഫീ മാത്രം അടച്ചാൽ മതി. അത് പറഞ്ഞില്ലായിരുന്നോ? ഈ പറയുന്ന ലോണുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ഈ പറയുന്ന ഏത് DRPയെ സമീപിച്ചാലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് മാത്രം അയച്ചു കൊടുക്കുക. പ്രോജക്ട് റിപ്പോർട്ട് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതായത് ഈ PMFME സ്കീം പ്രകാരം, സ്കീമിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച്. ബാക്കിയുള്ള PMEGP ആണെങ്കിൽ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും കൺസൾട്ടന്റിനോട് ചെയ്യണം. PMFME സ്കീം പ്രകാരം പ്രോജക്ട് റിപ്പോർട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. GST എടുക്കുന്നതിന് ഗവൺമെന്റ് ഫീസ് ഒന്നുമില്ല. പക്ഷെ ഏതെങ്കിലും കൺസൾട്ടൻസി 500 രൂപ മുതൽ 1000 രൂപ വരെ ചാർജ് ചെയ്യാറുണ്ട് GST എടുക്കുന്നതിന്. കാരണം GST എടുക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതിൽ നമ്മുടെ സെയിൽസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സർവീസ് ചാർജ് ആയിട്ട്. ഡോക്യുമെന്റ്സ് GST എടുക്കാൻ വേണ്ടി പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം,
ഒരു അക്കൗണ്ട് നമ്പർ വേണം, ഒരു പ്രോപ്പർ പ്ലേസ് ഓഫ് ബിസിനസ് വേണം. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം, കടയോ ഷോപ്പോ വീടോ ആയിക്കോട്ടെ, അതിന്റെ പ്രൂഫായിട്ട് ഒന്നുകിൽ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ എൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ ടാക്സ് റെസീപ്റ്റ് നിർബന്ധമാണ്. പ്രോപ്പർട്ടിയുടെ ടാക്സ് റെസീപ്റ്റ് സപ്പോർട്ടിങ് ആയിട്ട്, ഇൻ കേസ് ടാക്സ് റെസീപ്റ്റ് ഇല്ലെങ്കിൽ പലതിലും ഇലക്ട്രിസിറ്റി ബില്ല് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ പേരും അഡ്രസ്സും സ്റ്റാമ്പ് ചെയ്തുള്ള ബില്ലുണ്ടെങ്കിൽ അത് പ്രൂഫായിട്ട് അവർ അംഗീകരിക്കും. വാട്ടർ ബില്ലിലും വാട്ടർ അതോറിറ്റി ബില്ലും നമ്മുടെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയുടെ ടാക്സ് റെസീപ്റ്റ് ആണ്. ഓക്കെ, അതല്ല റെന്റഡ് ബിൽഡിങ്ങിലാണ് തുടങ്ങുന്നതെങ്കിൽ റെന്റ് എഗ്രിമെന്റ്, പിന്നെ ആരാണോ നമുക്ക് പ്രോപ്പർട്ടി തന്ന അവരുടെ പേരിലുള്ള ഈ ടാക്സ് റെസിപ്റ്റ്. കാര്യം ഞാനാണ് റെന്റ് എഗ്രിമെന്റ് തന്നത്, ആ പ്രോപ്പർട്ടി എന്റെ പേരിലാണെന്ന് GST ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് മതി. അപ്പം GST എടുക്കുന്നതിന് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്ഷ്യൽ സ്പേസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം വീട്ടിൽ വേണമെങ്കിലും നമുക്ക് GST എടുക്കാം. വീട്ടിൽ അഡ്രസ്സ് കൊടുത്ത് ചെറിയൊരു ബോർഡ്, അത് കഴിഞ്ഞിട്ട് GST നമ്പർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചാൽ മതി. GST എടുക്കുന്നതിന് പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഫീ ഒന്നുമില്ല. പക്ഷേ ഈ പറയുന്ന കൺസൾട്ടൻസി സർവീസ്, കാരണം എന്ന് വെച്ചാൽ GST എടുത്തു കഴിഞ്ഞാലും നമുക്കത് മന്ത്ലി ഫയലിംഗ് ഉണ്ട്. കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ, പക്ഷേ കോമ്പോസിഷൻ സ്കീമിൽ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം കോമ്പോസിഷൻ സ്കീമിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ പലരും GST എടുക്കുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സെയിൽ ചെയ്യുന്നതിനോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനോ വലിയ വലിയ ബിസിനസ് പ്രതീക്ഷിച്ചായിരിക്കും GST എടുക്കുന്നത്. കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് മാൻഡേറ്ററി GST എടുത്തേ പറ്റൂ എന്നുള്ളവർ മാത്രമാണ് കോമ്പോസിഷൻ സ്കീമിൽ എടുക്കേണ്ടത്. വോളണ്ടറി എടുക്കുന്നവരാരും കോമ്പോസിഷൻ സ്കീമിലോട്ട് പോകരുത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ കോമ്പോസിഷൻ സ്കീമിലാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 1.5 കോടി രൂപ വരെ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട്. GST എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലർ GST എടുക്കുക. ചില സർവീസുണ്ട് 100% GST എടുത്തേ പറ്റൂ. കാര്യം 20 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ആണ്, GST നിർബന്ധിതമായിട്ട് എടുത്തേ പറ്റൂ. എനിക്ക് വേറെ ടേൺ ഓവർ 20 ലക്ഷം കഴിഞ്ഞു, 40 ലക്ഷം കഴിഞ്ഞു, ഒരു ഹോട്ടലാണ്, അപ്പം 40 ഈ പറയുന്ന പോലെ 20 ലക്ഷം രൂപ ടേൺ ഓവർ കഴിഞ്ഞു, അവർക്ക് GST എടുക്കാം. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ GST എടുക്കാം. അതല്ല നമ്മുടെ പ്രോപ്പറായിട്ട് ഒരു ഫുഡ് ബിസിനസ് ചെയ്യാണ്, എനിക്ക് എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഓൺലൈൻ സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് കൊടുക്കാം, അങ്ങനെയുള്ള പ്രതീക്ഷയായിട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും റെഗുലർ GST എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരാൾക്ക് ഒറ്റ GST എടുത്താൽ മതി. ഒരു GST എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബിസിനസ്, ഒറ്റ GST നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് A to Z ഏത് ബിസിനസ്സും ചെയ്യാൻ പറ്റും. കാരണം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ HSN നമ്പർ ഉണ്ട്, ഹാർമോണൈസ്ഡ് സിസ്റ്റം കോഡ്. അതിൽ 5 എണ്ണം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ നോക്കുമ്പോൾ ആയിരക്കണക്കിന് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട നമ്മുടെ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിൽ 5 പ്രോഡക്റ്റ് മാത്രം കാണിക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത്, നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ GST എടുത്തു, അത് കഴിഞ്ഞിട്ട് എനിക്ക് പത്തനംതിട്ടയോ കൊല്ലത്തോ ഒരു കടയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ബിസിനസ് പ്ലേസ് GSTയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ GSTയുടെ പ്രധാന അഡ്രസ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഞാൻ സ്ഥാപനം ആരംഭിച്ച ആ സ്ഥലത്തെ അഡ്രസ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ബ്രാഞ്ച് ഓഫീസ് എനിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് തുടങ്ങാം എങ്കിൽ GST അണ്ടറിൽ തന്നെ ആഡ് ബിസിനസ് പ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഉദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ആ അഡ്രസ്സ് ഞാൻ അതിന്റെ ഡോക്യുമെന്റ്സ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പ്ലേസ് GST നോക്കുന്ന സമയത്ത് ഈ GST അണ്ടറിൽ ഇവർക്ക് 4 ഓഫീസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ബിസിനസ് പ്ലേസസ്. ഒരാൾക്ക് ഫണ്ടാണെങ്കിൽ നമ്മൾ വേറെ ബിസിനസ് ആണെങ്കിൽ വീണ്ടും പുതിയ GST എടുക്കണം. അങ്ങനെ ഉണ്ട് എന്നുള്ള നമ്പർ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഒരാൾക്ക് ഒരു പാനിൽ ഒറ്റ GST മതി. കേരളത്തിൽ എടുക്കണമെങ്കിൽ, വേറെ ജില്ലയിൽ എടുക്കണമെങ്കിൽ ആ നമ്പർ മാറി വരും, നമ്മൾ വേറെ അപ്ലൈ ചെയ്യണം. വേറെ സംസ്ഥാനമാണെങ്കിൽ, കാര്യം സ്റ്റേറ്റ് സ്പെസിഫിക് ആണ്. ഏറ്റവും എല്ലാവരും കേരളത്തിൽ തുടങ്ങുന്നവരുടെ എല്ലാം GST നമ്പർ 32 തുടങ്ങും, കേരളത്തിന്റെ കോഡ്. കേസ് ബാക്കിയുള്ള FSI രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഏത് സ്ഥലത്താണ് തുടങ്ങുന്നത്. എല്ലാ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഇന്ന ഒരാള് ഇന്ന അഡ്രസ്സിൽ ഇന്ന ഒരു സംഭവം തുടങ്ങുന്ന ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെയാണ്. അപ്പൊ നമ്മൾ പുതിയത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കേസ് നമ്മൾ എടുത്തിട്ടുള്ളത് വേറൊരു സ്ഥലത്താണ്. ഇനി വേറൊരു സ്ഥലത്ത് നമുക്ക് പുതിയൊരു യൂണിറ്റ് തുടങ്ങുമെങ്കിൽ ആ യൂണിറ്റിനുള്ള പെർമിഷൻ എടുക്കണം. അതുപോലെ തന്നെ FSI, നമുക്കൊരു 100 ഷോപ്പ് ഉണ്ടെങ്കിൽ 100 FSI രജിസ്ട്രേഷൻ എടുക്കണം. കാരണം പാക്കേജ് ലൈസൻസ് എന്ന് പറയുന്നത് 1 മാത്രം മതി നമ്മുടെ പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള അഡ്രസ് എന്ന് പറയുന്നത് FSI രജിസ്ട്രേഷൻ എടുക്കാൻ പ്രത്യേകം എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ നമ്പർ നമുക്ക് മനസ്സിലാക്കി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഞാൻ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന FSIയുടെ ലൈസൻസ് മാത്രം മതി. കടക്കാരൻ പ്രത്യേകം, അതായത് ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അപ്പൊ എന്റെ പ്രോഡക്റ്റിന്റെ ഉള്ളിൽ ഒരു നമ്പർ കാണും, FSI ലൈസൻസ് നമ്പർ. ഞാൻ എവിടെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ നമ്പർ കാണും. ഈ പ്രോഡക്റ്റ് ഞാൻ വേറൊരു കടയിൽ സെയിൽ ചെയ്യണം, ആ
കട ഉടമയ്ക്ക് എന്ത് വേണം? FSSAI രജിസ്ട്രേഷൻ നോർമൽ എടുത്തിരിക്കണം. കാര്യം പുള്ളി ഒരു ഫുഡ് ഐറ്റംസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയല്ല, മറ്റൊരുണ്ടാക്കിയ സപ്ലൈ ചെയ്യുന്നത്. അസ് എ ഷോപ്പ് ഓണർ എന്ന നിലയിൽ ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അത് നമ്മൾ റീപാക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എവിടെയോ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഞാൻ റീപാക്ക് ചെയ്യുന്ന എൻ്റെ ലെവലിൽ ചെയ്യുന്നെങ്കിൽ എൻ്റെ FSSAI നമ്പർ ആ പാക്കിങ്ങിന് വേണം. ഞാനൊരു ഈ GST ഈ FSSAI എടുക്കുന്ന സമയത്ത് തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ മാനുഫാക്ചറർ ആണോ റീറ്റെയിലർ ആണോ. ഞാനൊരു പ്രോഡക്റ്റ് ഷോപ്പിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ റീറ്റെയിലർ എന്നുള്ള ഉദ്ദേശമില്ല. ആ സമയത്ത് എൻ്റെ രജിസ്ട്രേഷനിൽ ഞാൻ റീറ്റെയിലർ എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിൽ FSSAI രജിസ്ട്രേഷനുള്ള ഏത് പ്രോഡക്റ്റും വയ്ക്കാം. അപ്പോൾ FSSAI ഞാൻ ഈ റീറ്റെയിൽ ലൈസൻസ് എടുത്ത് എന്തിനാണ്? എൻ്റെ ഷോപ്പിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഞാനൊരു സാധനം റീപാക്ക് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ മാനുഫാക്ചർ എന്നുള്ള റീപാക്കർ മാനുഫാക്ചർ എന്നുള്ള ആ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് എനിക്ക് FSSAI രജിസ്ട്രേഷൻ എടുക്കാം. അത് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ എവിടെ തുടങ്ങുന്നു, ഇപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് റീസെയിൽ ചെയ്യണോ അതോ മാനുഫാക്ചർ ചെയ്ത് വെക്കണോ? ഇവിടുത്തെ യൂണിറ്റിന് നമ്മൾ എന്തായാലും ഒരു FSSAI രജിസ്ട്രേഷൻ എടുത്തല്ല. ഇവിടെ യൂണിറ്റിന് എടുക്കുമ്പോൾ ഞാൻ 2 കാര്യം ആലോചിക്കണം. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നു, ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാനുഫാക്ചറിങ്ങിന്റെ FSSAI രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇവിടെ ഞാൻ റീപാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ റീപാക്കർ എന്നുള്ള കാറ്റഗറിയിൽ സെലക്ട് ചെയ്തിട്ട് എന്നെ എടുക്കാം. അപ്പൊ എപ്പോഴും മാനുഫാക്ചറിങ് എടുക്കുന്നതാണ് നല്ലത്. കാര്യം ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, എനിക്ക് വരുന്ന റീപാക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ കൂടുതലും മാനുഫാക്ചറിങ്ങിന് എടുക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ ട്രേഡിംഗ് എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലല്ലോ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയല്ല. അപ്പൊ ഇവിടെ വേണമെങ്കിൽ എനിക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ജനറൽ മാനുഫാക്ചറിംഗ് എന്നുള്ള കാറ്റഗറിയിൽ FSSAI രജിസ്ട്രേഷൻ എടുക്കാം. വേണ്ടല്ലോ, ഒരു ലേബലിൽ ഒരെണ്ണം മാത്രം മതി. അതായത് ഞാനൊരു ചിപ്സ് ഉണ്ടാക്കിയാണ്, അപ്പൊ ഞാൻ ജനറൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് എനിക്ക് ഇന്ത്യ മുഴുവനും എവിടെ വേണമെങ്കിലും എനിക്ക് കടകളിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനത് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഞാൻ തന്നെ ഒരു കട സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആ കടയ്ക്ക് വേണ്ടിയിട്ട്, കാര്യം എൻ്റെ ഓണർഷിപ്പുള്ള കടയാണ്, ഞാനൊരു റീറ്റെയിലർ എന്നുള്ള പേരിൽ ഞാനൊരു FSSAI രജിസ്ട്രേഷൻ എടുക്കണം. ഞാൻ വേറൊരു കട, വേറൊരു ഔട്ട്ലെറ്റ് വേറൊരു സ്ഥലത്ത് തുടങ്ങിയാണ്, കായംകുളത്ത് തുടങ്ങിയാണ്. അപ്പൊ ആ കായംകുളത്തുള്ള അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം കടയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു FSSAI രജിസ്ട്രേഷൻ എടുക്കണം. അതേ സമയത്ത് വേറൊരു കടയിലാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് ആ കടയുടെ ഓണറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ അഡ്രസ്സ് വെച്ചെടുക്കാൻ. കാര്യം റൂൾസ് എല്ലാം സിമ്പിൾ ആണ്. ഞാനൊരു കട തുടങ്ങുന്ന സമയത്ത് റീറ്റെയിലർ ആണെങ്കിൽ ഞാൻ സെയിൽ മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലൈസൻസ് എടുക്കുക. ഞാനൊരു ഞാനാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാനാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ആസ് എ മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ ഞാൻ FSSAI രജിസ്ട്രേഷൻ എടുക്കുക. ലൈസൻസ് പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നവരൊന്നും റെസ്പോൺസിബിലിറ്റി അല്ല. ആരാണ് ഉണ്ടാക്കുന്നത്, കവർ ഉണ്ടാക്കുന്നത്, ഒരിക്കൽ പാക്കേജ് ലൈസൻസ് എടുത്തിരിക്കണം. അത് ലൈഫ് ടൈം ഒരിക്കലാണ്. ബാക്കിയുള്ള രജിസ്ട്രേഷൻ എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യണം. റീറ്റെയിൽ മാത്രമാണെങ്കിൽ ഞാൻ അതിൽ FSSAI കാണും. പക്ഷെ ഒരു ഷോപ്പിന്റെ FSSAI നമ്പർ വേണമല്ലോ. കാര്യം ഞാൻ ഷോപ്പ് നടത്തുന്നയാള് പലരുടെയും പ്രോഡക്റ്റ്, പല FSSAI പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്നു. പക്ഷെ എന്റെ FSSAI രജിസ്ട്രേഷൻ നമ്പർ, കാരണം ഈ ഷോപ്പിൽ വിൽക്കുന്നത് FSSAI, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ആരൊക്കെ എവിടെയൊക്കെ ഫുഡ് വിൽക്കുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ചുമതലയല്ലേ. 100 കടകൾ ട്രിവാൻഡ്രം ജില്ലയിലുണ്ട്. ആരൊക്കെ എന്തൊക്കെ വിൽക്കണമെന്ന് നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമല്ല, ജനങ്ങളുടെ ആരോഗ്യം പരിപാലിക്കേണ്ട ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ല. അതായത് ഇവിടെയൊക്കെ ഇന്ന ആളുകൾ സാധനം വിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ എക്സ്പയർ കഴിഞ്ഞതാണോ, നല്ല സാധനങ്ങളാണോ എടുത്ത് വിൽക്കുന്നതെന്ന് ഈ വിൽക്കുന്ന ആള് റീറ്റെയിലർ ലൈസൻസ് എടുത്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെ അറിയാൻ പറ്റും അവിടെ സാധനം വിൽക്കുന്നുണ്ടോ? ഓരോ ഐറ്റവും പറഞ്ഞ് ലൈസൻസ് വേണോ? അങ്ങനെ വേണ്ട. അയ്യോ, റീറ്റെയിലിന് എനി ഫുഡ് ഐറ്റം റീറ്റെയിലർ എന്ന് വെച്ചാൽ റീറ്റെയിലർ എന്ന് മാത്രമേ. ഞാനൊരു ഫുഡ് ഐറ്റം സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു റീറ്റെയിലറിന്റെ FSSAI രജിസ്ട്രേഷൻ എടുത്താൽ മതി. അവിടെ കടകളിൽ സാധനം വയ്ക്കാം. അല്ലെങ്കിൽ ഞാനൊരു കടയിൽ ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്യുന്നു, എനിക്ക് FSSAI രജിസ്ട്രേഷൻ ഇല്ല. ചോദിക്കും, ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ റീറ്റെയിലറിന്റെ FSSAI എന്തുകൊണ്ട് എടുത്തില്ല? കാര്യം ഡിപ്പാർട്ട്മെന്റ് അറിയില്ലേ ഇവിടെ വെക്കുന്നുള്ളത്. 100 രൂപയുടെ രജിസ്ട്രേഷൻ അല്ലേ ഉള്ളൂ, വർഷം തോറും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിലാണെങ്കിൽ 5 വർഷത്തെ ഒരുമിച്ച് നമ്മൾ എടുത്താൽ മതി, 500 രൂപ. കാര്യം ഡിപ്പാർട്ട്മെന്റിന് അറിയണമല്ലോ ഇത് ഈ ഫുഡ് എവിടേക്ക് ആരൊക്കെ വെക്കുന്നുള്ളത്.
അത് സ്റ്റേറ്റ് ആണോ ജനറൽ ആണോ? അയ്യോ, അതിന് 100 രൂപയുടെ രജിസ്ട്രേഷൻ. അത് ജനറൽ റേറ്ററിൽ നിന്നാണ് കേൾക്കുന്നത്. അതിനൊന്ന് സ്റ്റേറ്റ് ലൈസൻസ് എടുക്കുന്നത്. അതിൽ അവർ എത്ര രൂപയുടെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ജനറലിന്റെ 100 രൂപയുടെ രജിസ്ട്രേഷൻ മതി. ലീഗൽ മെട്രോളജിയുടെ സൈറ്റിൽ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ എല്ലാ താലൂക്കിൽ അവരുടെ ഒരു ചെറിയൊരു ഓഫീസ് ഉണ്ട് ലീഗൽ മെട്രോളജിയുടെ. അപ്പൊ അവിടെ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ പറയും. അല്ല, അത് തന്നെ ലീഗൽ മെട്രോളജി പാക്കേജ് ലൈസൻസ്. ഞാൻ പറഞ്ഞു, അതായത് പ്രൊഡക്ഷൻ. അപ്പൊ ഇവർക്ക് വേണ്ട ലൈസൻസ്, പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട ലൈസൻസിന്റെ കാര്യം മനസ്സിലായല്ലോ. പ്രൊഡക്ഷന് നമുക്ക് വേണ്ടത് ഒരു FSSAI രജിസ്ട്രേഷൻ, മാനുഫാക്ചർ. ഈ പറയുന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കേസ് ഇട്ട് എടുക്കാം. GST വേണോ വേണ്ടോ നിർബന്ധമില്ല, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ ലൈസൻസിൽ ഒരു കടയിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു കട തുടങ്ങുന്നതൊക്കെ വേണം. ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ചെയ്യുന്ന കടയിൽ സെയിൽ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു GST രജിസ്ട്രേഷൻ, അല്ല ഒരു FSSAI രജിസ്ട്രേഷൻ വേണം 100 രൂപ. നിങ്ങൾക്കുണ്ട്. GST വേണം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെടുത്ത് റീപാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റീപാക്കർ എന്നുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ എടുക്കാം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ലൈസൻസ് എടുക്കണം. ഉൽപാദനമാണെങ്കിൽ മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ എടുക്കണം. സംഭവം സിമ്പിൾ ആണ്. ഇപ്പൊ എല്ലാവരും കൂടി ചോദിച്ച് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ സിംപ്ലി പറഞ്ഞുതരാം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ മാനുഫാക്ചർ എന്ന രീതിയിൽ FSSAI രജിസ്ട്രേഷൻ എടുക്കണം. ഞാനത് സെയിൽ ചെയ്യുകയാണെങ്കിൽ റീറ്റെയിലർ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ഡയറക്റ്റ് സെയിൽ ആണെങ്കിൽ മാനുഫാക്ചർ കം സെയിൽ ആണെങ്കിൽ ഇനി പ്രത്യേകം എടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഷോപ്പ് ഇടുകയാണെങ്കിൽ ആസ് എ റീറ്റെയിലർ ഞാൻ ലൈസൻസ് FSSAI രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, എന്തായാലും ലഞ്ചിനുള്ള സമയം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, അത് ചോദിച്ചോളൂ. ബോർഡ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ PMFME സ്കീം വഴി ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബോർഡൊക്കെ വെച്ച് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ FSSAI നമ്പർ എടുക്കും. ബോർഡ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കച്ചവടം കിട്ടാൻ വേണ്ടി. ബോർഡ് വെക്കാതെ എങ്ങനെയാണ് പബ്ലിക് അറിയുന്നത്? ലോൺ നമുക്ക് ബോർഡ് വെക്കുന്നതിന് ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് അവർ ഡൊമസ്റ്റിക് കണക്ഷൻ മാറ്റി കൊമേഴ്സ്യലാക്കാൻ പറ്റും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ചെറിയ യൂണിറ്റ് വീട് തുടങ്ങുന്നതിന് നമുക്ക് കണക്ഷൻ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. 5 HP മോട്ടോർ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ഗാർഹിക ആവശ്യമുള്ള വൈദ്യുതി തന്നെ ഉപയോഗിക്കാം. പിന്നെ വേറെ ഇനി കൂടുതൽ എന്താ ലഞ്ച് വന്നിട്ടുണ്ട്. എന്താ ബോർഡിൽ നമ്മുടെ യൂണിറ്റിന്റെ പേര്, അഡ്രസ്, FSSAI നമ്പർ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ വേറെ ഒന്നും വേണ്ട.